ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കാരണം ഒരു ചെറിയ ഹാങ് ഓവർ ഉണ്ട് എല്ലാവർക്കും. കുറച്ച് റസ്റ്റിയാണ്, പക്ഷേ ഹോപ്പ്ഫുള്ളി വി വിൽ ഗെറ്റ് ത്രൂ ഇറ്റ്. ഇത് സന്ദീപാണ്, എൻ്റെ കൂടെ കൃഷ്ണകുമാർ, അനൂപ് ആൻഡ് ലേഖ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമുക്ക് ഹൊറർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് ഇത്തവണ ഹൊറർ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അനൂപായിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അനൂപ്, ഓവർ ടു യു. ഓക്കെ. ലാസ്റ്റ് ടൈം നമ്മള് പോയും ലവ് ക്രാഫ്റ്റിനെയും പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഹൊറർ ഓതേഴ്സ് അവരാണ്. ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ജോൺറ ഓൾമോസ്റ്റ് സിമിലർ ആണ്, എന്നാൽ തന്നെ കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഈ പോയുടെ പോയുടെ ഹൊറർ എന്ന് പറയുന്നത് എന്താ പറയാ, കുറച്ച് ഇറ്റ്സ് ബേസ്ഡ് ഇൻ റിയാലിറ്റി, അല്ലെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഇൻ അവർ വേൾഡ്, അങ്ങനെ പറയാം. ഇപ്പൊ കഴിഞ്ഞ തവണ ജസ്റ്റ് പറഞ്ഞിരുന്നു ഒരു ഹിപ്നോസിസ് സ്റ്റോറിയെ പറ്റി. കാരണം പോയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 150 വർഷം മുന്നെയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഹിപ്നോട്ടിസവും മെസ്മറിസവും എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സയൻസ് പോലെ കൺസിഡർ ചെയ്തത്. അപ്പൊ അതിലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പൊ ഈ മെസ്മറിസം, അപ്പൊ അന്ന് നമുക്ക് ഈ ഹിപ്നോട്ടിസത്തിനെ കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത്, അങ്ങനെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അവിടെ വടി പോലെ അങ്ങ് നിൽക്കും. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ ഹിപ്നോട്ടൈസ് ചെയ്ത ആള് ഓക്കെ പറയാതെ അയാൾ ആ ട്രാൻസിൽ നിന്ന് ഇറങ്ങില്ല. അപ്പൊ ഇത് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പുറത്ത് ഇത് പരീക്ഷിക്കുന്നതാണ് സംഭവം. അപ്പൊ അതിങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന ഒരു വയസ്കനെ ഇത് കുറെ ഒബ്സർവേഴ്സും സയന്റിസ്റ്റുകളും ജേർണലിസ്റ്റുകളും എല്ലാം കൂടെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതാണ്. ഇത് ലാസ്റ്റ് ബ്രെത്ത് എടുക്കാൻ നേരം ഒരു ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ആ ട്രാൻസിലാക്കി ഒരു ഐ തിങ്ക് 1 or 2 months ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് പഠിക്കാനൊക്കെ പഠിച്ചിട്ട് ദെൻ തിങ്ക് ഓക്കെ നമുക്ക് റിലീസ് ചെയ്യാം, എന്താ സംഭവിക്കുന്നത് അറിയാലോ. അപ്പൊ ഈ റിലീസ് ചെയ്യുമ്പോഴേക്കും ആ 1-2 മാസത്തെ ആ ഡീക്കേയിങ് പ്രോസസ് അങ്ങ് സ്പീഡപ്പ് ആവുകയാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വടി പോലെ ഇരുന്ന ആ ഒരു കിടന്ന ആ മനുഷ്യൻ പെട്ടെന്ന് ഒരു വിത്തിൻ സെക്കൻഡ്സ് ജീർന്ന് ചളിഞ്ഞ് ഇല്ലാതാവും. വെറും എന്താ പറയുന്നത്, എല്ല് പോലും ഇല്ല. അത്രയ്ക്ക് ഇതില് അതൊരു ഭയങ്കര വിസറൽ ലാംഗ്വേജ് ആ പുള്ളി ഉപയോഗിക്കുന്നത്. ആൻഡ് അത് പുള്ളി സെമി സോളിഡ് സെമി ലിക്വിഡ് അങ്ങായി ഇല്ലതാവും. അപ്പൊ അത് ഭയങ്കര ഹൊറിഫിക് ആണ്. നമ്മൾ ആ ലാംഗ്വേജിൽ ഇതെല്ലാം വായിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് കിട്ടുന്നത്. അതേപോലെ തന്നെ പോയുടെ പലതും ചില കഥകളൊക്കെ ഈ യാത്രാ വിവരണങ്ങളിൽ നല്ലോണം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പുള്ളി ആ കാലത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലെ യാത്രാ വിവരണങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളി അതിനകത്ത് ഹൊറർ എലമെന്റ്സ് ഒക്കെ കയറ്റിവിടും. ഒരു സ്റ്റോറി എനിക്ക് കഥ, ആർതർ പിം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ജേണിയാണ്. അപ്പം പുള്ളി ഇതേപോലെ കുറെ പൈറസിയും മ്യൂട്ടനിയും കുറെയൊക്കെ നേരിടും. ഇവര് യാത്ര ചെയ്തിട്ട് ഒരു ഐലൻഡിലെത്തും. ഐലൻഡിലെത്തി കഴിയുമ്പോൾ അവിടെയുള്ള ജനതയ്ക്ക് മൊത്തം കറുപ്പ് നിറവാണ്. കറുപ്പെന്ന് പറയുമ്പോൾ ഈ ഒരു റേഷ്യൽ കറുപ്പല്ല, അവർക്ക് പല്ല് കറുപ്പാണ്, അവർക്ക് കണ്ണിലെ ഈ വെള്ള തന്നെ കറുപ്പാണ്. വെള്ളയെന്ന് പറഞ്ഞ നിറം അവർക്ക് ടോട്ടലി അജ്ഞാതമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളില് ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് ആവും. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ഇത് കംപ്ലീറ്റ്ലി ബിലീവബിൾ ആയിരിക്കും, അതേസമയം എൻറ്റയർലി ഹൊറിഫിക്. അപ്പൊ അങ്ങനത്തെ ഇറ്റ്സ് ഓൾമോസ്റ്റ് എന്താ പറയുക, കുറച്ച് റിയാലിറ്റിയിൽ തൊട്ട് നിൽക്കുന്ന, ബിക്കോസ് ആ കാലഘട്ടത്തിൽ വി ആർ സ്റ്റിൽ എക്സ്പ്ലോറിംഗ് ദറ്റ് വേൾഡ്, എനിത്തിങ് ഈസ് പോസിബിൾ. അപ്പൊ ഇത് ഉളവാക്കുന്ന ഒരു ടെററുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഇവര് സഞ്ചരിച്ച് അന്റാർട്ടിക്കയുടെ ഭാഗത്ത് എത്തി കഴിഞ്ഞിട്ട് ഒരു ഹ്യൂജ് ഹൊറൈസണിൽ ഒരു ഹ്യൂജ് ക്ലോക്ഡ് ഫിഗറിനെ കാണുന്നതാണ്. അവിടെ വെച്ച് കഥ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ആവുക. അപ്പം അത് വായിക്കുമ്പോൾ നമുക്ക് ഹീസ് ബോർഡറിങ് ഓൺ ദ നാച്ചുറൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ, ആ ഒരു സിറ്റുവേഷൻ. പിന്നെ പോയുടെ കുറെ സ്റ്റോറീസ് ഓർമ്മ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചുണ്ട്. ഒരു പ്രത്യേക ഹൊറിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്,
എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ യങ് വൈഫാണെന്ന് തോന്നുന്നു. മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തിങ് ഈസ് ആ ശവശരീരം അത് പൊതിഞ്ഞു വെച്ചേക്കാണ്. അത് അനങ്ങാൻ തുടങ്ങുന്നുണ്ട്. ആൻഡ് ദ ഫേസ് പാർട്ട് ഈസ് സ്ലൈറ്റ്ലി ബ്ലഡീഡ്. ഷ്രൗഡിലാണ്, കുറച്ച് ബ്ലഡി ആയിട്ടിരിക്കുകയാണ്. എന്നാൽ പുള്ളി കൈ നോക്കുമ്പം കയ്യിൽ ഹാൻഡ് കർച്ചീഫ് അതിനകത്ത് മൊത്തം ആ ലേഡിയുടെ പല്ലുകളാണ്. ആൻഡ് കയ്യിൽ കവണയോ ഏതാണ്ടുണ്ട്. അപ്പം ഹി കാൺ റിമെമ്പർ വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചത്. പക്ഷെ ഹി ക്യാൻ മേക്ക് എ പിക്ചർ യൂസിങ് ദ തിങ്സ് ദാറ്റ് ഹി ഹാവ് വാട്ട് ഹി ക്യാൻ സീ. ദാറ്റ് ഈസ് ഓൾസോ എൻറ്റയർലി ഹൊറിഫിക്. പക്ഷെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ദ ഫീലിങ്സ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, അല്ലെങ്കിൽ ദ പോസിബിൾ യുനോ ദ പോസിബിലിറ്റീസ് ഓഫ് ദ വേൾഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ. ഇതുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുമ്പം ലവ് ക്രാഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് മോഡേൺ നമ്മുടെ എക്സിസ്റ്റിംഗ് വേൾഡിലുള്ള ഒന്നുമല്ല. ഇറ്റ്സ് ബിയോണ്ട് അവർ വേൾഡ്. ബിയോണ്ട് തുലു അവർ വേൾഡ് എന്ന് അത് തുളു. കുറെ കാലം അത് എങ്ങനെ ഉച്ചരിക്കണ്ടേന്ന് തന്നെ എനിക്കറിയില്ല. അതെന്താ ശരിക്കും തുളു എന്നാണോ ക്ലൂ എന്താ ഞാൻ കുത്തൂളൂ എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നു. കുത്തുളു? അത് മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷനിലൊക്കെ എഴുതിയാണ് കുത്തുളു എന്നൊക്കെയായിരുന്നു. കുത്തുളു കുത്തുളു. ആരോ പറഞ്ഞു കുത്തുളൂ എന്നല്ല, എല്ലാം സൈലന്റ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ. അപ്പൊ അതും ഇതേപോലെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതാണ് സംഭവം, അതിനകത്തുള്ള വേൾഡ് എന്ന് പറഞ്ഞാൽ there is a world of monsters and supernatural creatures which are beyond our existing reality. അപ്പം നമ്മളിപ്പം ഈ ലോകം ഫുള്ള് കണ്ടുപിടിച്ചാലും കാര്യമില്ല. There are things which you can't see, there are things which you can't comprehend. പുള്ളിയുടെ ഒരു റെക്കറിങ് തീം എന്ന് വെച്ചാൽ ഈ ഈ ജീവികളെ കാണാൻ ശ്രമിക്കുന്നവർക്ക് എന്താ പറയാ, ദേ ക്യാൻ കോംപ്രിഹെൻഡ്. അവർ കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ അവർക്ക് ഭ്രാന്തായി മാറും. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഇത് പോയി. കാരണം അവർക്ക് കണ്ടത് അത്രയ്ക്ക് ഹൊറബിളാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. സിമിലർലി ഒരുപാട് ടേംസ് പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. നോൺ യുക്ലീഡിയൻ ജോമെട്രി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ഇല്ലാത്ത കളേഴ്സ് കാണുന്നത്, അതങ്ങനെ ശരിക്കും സംഭവമില്ല. പക്ഷെ അത് ബിക്കോസ് യു കാൻ കോംപ്രിഹെൻഡ്. നമുക്ക് എല്ലാ കളേഴ്സും കാണാൻ പറ്റുന്ന എല്ലാം കാണാൻ പറ്റും. നമുക്ക് പുതിയ കളേഴ്സ് ഇനി ഒന്നും ഇല്ല. പക്ഷെ when he says that beyond there is a color beyond that we can't even imagine. അതാണ് things we can't even imagine. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സാധനം നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭ്രാന്താവും. ഈ പുള്ളിക്കാരന്റെ ആയിരുന്നല്ലോ ഈ ശുഭ് നിഗുരാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. പുള്ളിക്കാരന്റെ ഒരു മാസ്റ്റർ പീസ് ബീസ്റ്റ് ആയിരുന്നു ക്രിയേഷൻ. എന്താണ് ദ ഗോട്ട് ഓഫ് ദ ഫോറസ്റ്റ് വിത്ത് 1000 കിഡ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. ശുഭ് നിഗുരാത്ത് അങ്ങനെ എന്തോ. ശുഭ് നിഗുരാത്ത്. പുള്ളിയുടെ അതിനകത്തുള്ള എൻറ്റിറ്റീസിന്റെ പേരെല്ലാം പകുതിയും കോമകളാണ്. കാരണം മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത, മനുഷ്യരുടെ നാക്കിന് ഉച്ചരിക്കാൻ പറ്റാത്ത പേരുകളാണ്. അതൊരു അപ്രോക്സിമേഷൻ. അപ്പൊ ടോട്ടലി ആ ഒരു ഏലിയൻ ഫീലിംഗ് പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലവ് ക്രാഫ്റ്റ് ആക്ച്വലി ഇൻ റിയൽ ലൈഫ് ഹീസ് എ ബിറ്റ് ഓഫ് എ റേസിസ്റ്റ്. പുള്ളിക്ക് എന്തോ റേസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ടോട്ടൽ സെനോഫോബിക്കാണ്. പക്ഷെ വേറൊരു വംശത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് വെറുപ്പിനെക്കാട്ടിൽ. അപ്പൊ അതൊക്കെയാണ് പുള്ളി ഇങ്ങനെ ചാനൽ ചെയ്ത് ഇതിനകത്തോട്ട്. ഈ കോൾ ഓഫ് തുളു ഇല്ലേ, അത് ഇതൊക്കെ നമുക്ക് ഒരു ടൈം വരെ കോൾ ഓഫ് തുളു ഇപ്പോഴും വിക്കി സോഴ്സിൽ അവൈലബിൾ ആണോന്ന് അറിയില്ല. ഞാനത് വായിച്ചത് വിക്കി സോഴ്സിലായിരുന്നു ആദ്യം. പ്രോജക്ട് ഗുട്ടൻബർഗോ വിക്കി സോഴ്സ് അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അത് ബസ് യാത്രയിലായിരുന്നു ഞാൻ വായിച്ചത്. ഞാനത് ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തിരുവനന്തപുരം വരെ ഇപ്പോൾ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിക്കി സോഴ്സ് മൊത്തം എടുത്ത് അരിച്ചു പെറുക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഈ കഥ കോൾ ഓഫ് തുളു വായിച്ചപ്പോൾ എനിക്ക് ആദ്യമൊന്നും വലിയ ഇത് തോന്നിയില്ല.
പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ഡീപ്പായി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും ഈ പറഞ്ഞ ഒരു ഡ്രെഡ് എന്ന് പറയാമല്ലോ, അത് ഫീൽ ചെയ്തു. ബസ്സിനകത്ത് അത്രയും ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു ഒരു കുളിര് കോരെന്ന് പറയില്ലേ, ഒരു മോൺസ്റ്റർ സ്റ്റോറിയിൽ നിന്ന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ ഗോഡ്സില്ലയോ അങ്ങനത്തെ ഒരു സാധനമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തുളുവിൻ്റെ കൊത്തുള്ളൂ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ കുറേ തുമ്പിക്കൈയുള്ളൊരു മുഖമുള്ള ഒരു ആനയുടെ സംഭവമാണ്, മൾട്ടിപ്പിൾ തുമ്പിക്കൈയുള്ള നമ്മുടെ ഐരാവതത്തിൻ്റെ ഒരു ലുക്കാണ്. അതെ. ഇതിന് എന്തുണ്ടാവാനാണെന്നൊരു പ്രതീക്ഷ വിചാരമായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. നമ്മുടെ അണ്ണൻ്റെ റൈറ്റിംഗ് ബുക്ക്, മറ്റേ ബുക്കിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ എബൌട്ട് റൈറ്റിങ്ങിനൊരു ബുക്കില്ലേ, ഓൺ റൈറ്റിംഗ്. മെമ്മോയർ ടു ദ ക്രാഫ്റ്റ്. ആക്ച്വലി പുള്ളി അതിൽ പറയുന്നുണ്ട്, വെൻ ഐ റീഡ് HP ലവ്ക്രാഫ്റ്റ് മൈ ലാംഗ്വേജ് ബിക്കം ബൈസാന്റിനിയൽ, അങ്ങനെ എന്തൊരു ഒരു ഇതുണ്ട്, അതിനകത്ത് കോട്ടുണ്ട്. ആക്ച്വലി അത്രയും ആർക്കൈക്കായിട്ടൊരു ഭാഷയായിട്ട് പോലും നമുക്കത് തോന്നി എന്നുണ്ടെങ്കിൽ പുള്ളി നിസ്സാരക്കാരനല്ല ആള് അത് നമ്മളതിനെ പതുക്കെ ട്രാപ്പ് ചെയ്തതാണ്, അതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ആ ഒരു സെക്ഷനിൽ, ആ ഒരു പോർഷനിൽ എത്തിക്കപ്പോഴാണ് ഇത് തോന്നിയത്. ശരിക്കും ഇതിനേക്കാളും എന്നെ ഇമ്പാക്ട് ചെയ്ത് കോൾ ഓഫ് തുളുവിനേക്കാളും മൗണ്ടൻസ് ഓഫ് മാഡ്നസ് ആണ്. അത് കുറേ കൂടി ഇതിലും ബെറ്റർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആസ് സൈക്കോളജിക്കൽ ഹൊറർ എന്ന് പറയാവുന്ന ഒരു ആപ്റ്റൊരു സാധനം. പിന്നെ ട്രൈ ദ കളർ ഔട്ട് ഓഫ് സ്പേസ് ആണ്. കളർ ഔട്ട് ഓഫ് സ്പേസ് സിനിമയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ നിക്കോളാസ് കേജിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. കളർ ഔട്ട് ഓഫ് സ്പേസ് എനിക്ക് മുഴുവൻ ഓർമ്മയില്ല, പക്ഷേ അതും കോസ്മിക് ഹൊററിൻ്റെ സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇടിമിന്നൽ അതൊക്കെ രാത്രി ഇവർ അങ്ങനെ ഒരു ആകാശം കണ്ട് പേടിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനമാണ്. അല്ല, ആൾക്കാർക്ക് എന്തായാലും പേടി കാണും. നമുക്ക് നമ്മളെക്കാളും വലിയ സാധനങ്ങൾ കാണുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ, അതായത് വളരെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത സൈസ്, ലൈക്ക് ആകാശം ഒരു നല്ല ഇടിമിന്നലും ഒക്കെ ഉള്ള വളരെ പ്രക്ഷുബ്ധമായിട്ടൊരു ആകാശവും കടലൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സംഭവം. തിരുമുൽക്കാഴ്ച ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ്. അല്ല, അത് വേറെയാ. തിരുമുൽക്കാഴ്ച റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്. ഒന്നുമില്ല, നമ്മുടെ ഇവിടെ ലോക്ക്ഡൗൺ ടൈമിൽ താഴ്ത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇടിമിന്നലൊക്കെ കാണുന്നു, ഭയങ്കര മിന്നലാണ്, മഴ പെയ്യുന്നില്ല. അപ്പോൾ പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നെറ്റ് പോലും കണക്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അടിച്ചു പോയാലോ, റൗട്ടർ അടിച്ചു പോയാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ. അപ്പോൾ വൈഫ് മുകളിലേക്ക് പോയി, എന്തോ ഡ്രസ്സ് എടുക്കാനെങ്ങാണ്ട് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ഹൈറ്റിലേക്ക് പോകുമ്പോൾ പേടിയാണല്ലോ നമുക്ക്, അങ്ങനെയുള്ള മിന്നലടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തോന്നിയൊരു ത്രെഡാണ്, അത് പിടിച്ച് തിരുമുൽക്കാഴ്ചയായി മാറിയതാണ്. പക്ഷെ ഇത് തന്നെയാണ് സംഭവം. നമുക്ക് വലിയൊരു സംഭവം കാണുമ്പോൾ, ഇപ്പോൾ ലൈക്ക് ഗോഡ്സില്ലയൊക്കെ വന്നിട്ടൊരു സിറ്റി അനൈലേറ്റ് ചെയ്യുന്ന കളയുന്നൊക്കെ കാണുമ്പോൾ, അപ്പോൾ ഫൺ എലമെൻ്റ് ഒരു അതിൻ്റെ ഒരു സൈസ് വെച്ച് തോന്നുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ നേരിട്ട് ഫേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു സംഭവമല്ലേ, ഒരു പേടിയുണ്ടല്ലോ, അത് പുള്ളി നന്നായിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി HP ലവ്ക്രാഫ്റ്റിൻ്റെ കേസിൽ പറയാനുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞൊരു സംഭവം തന്നെയാണ്, ഗുലർമോ ദെൽ ടോറോയുടെ മറ്റേ സീരീസ് ഉണ്ടല്ലോ, ക്യാബിനറ്റ് ഓഫ് ക്യൂരിയോസിറ്റീസ്. അതിലൊരു പിക്മാൻസ് മോഡൽ, യെസ്, അത് പറയാൻ വന്നത്. ഞാനത് വായിച്ചിട്ടില്ല, കഥ അതിനു മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സംഭവം കണ്ടതിന് ശേഷമാണ് ഞാൻ കഥ വായിക്കുന്നത്. സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിൽ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സീരീസിൽ കുറച്ചുകൂടി അതിൽ ഗ്ലോസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി മറ്റേ റിച്ച് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ആർട്ട് ക്ലാസ്സിൽ, വളരെ റിനൗണ്ട് ഒരു ആർട്ട് ക്ലാസ്സിൽ എല്ലാം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ നരേറ്ററും അത്യാവശ്യം കൊള്ളാവുന്ന, പുള്ളി അവിടുത്തെ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളാണ് പുള്ളി. അപ്പോൾ അയാളുടെ ആ ക്ലാസ്സിലേക്ക് പിക്മാൻ എന്ന പേരുള്ളൊരു പയ്യൻ വരുവാണ്, അതേ ഏജിലുള്ള, ഇവരൊക്കെ ടീനേജേഴ്സ്, മീൻസ് ആക്ച്വലി ടീൻ കഴിഞ്ഞു കുറച്ചുകൂടി യുവാക്കളായ ആൾക്കാരാണ്. മീൻസ് ആ രീതിയിൽ അവർക്ക് ആ ടൈമിൽ ഒരു വളരെ എന്താ പറയുക സോർട്ട് ഔട്ട് ആർട്ടിസ്റ്റുകളാവേണ്ട ഒരു സമയമാണ്. അപ്പോൾ പല പബ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ അവർക്ക് ഓഫേഴ്സൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പിക്മാൻ വരുമ്പോൾ ഇവരുടെ എന്താ പറയുക, ഇവരുടെ സ്റ്റൈലൊക്കെ അങ്ങ് എന്താ പറയുക നോട്ടീസ് ചെയ്യാതാവും ആൾക്കാർ. പുള്ളി കുറെ കൂടി, പുള്ളിയുടെ വളരെ വരെയൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ഡ്രെഡ്ഫുൾ, ഒരു വിയേർഡായിട്ടുള്ള കുറെ കൂടി ഭയപ്പെടുത്തുന്ന സാധനങ്ങളാണ്. പല മോൺസ്ട്രോസിറ്റീസാണ് മൊത്തം. അപ്പോൾ ഈ നരേറ്റർക്ക് ഇങ്ങേരോട് ഒരു ഇത് തോന്നുവാണ്, പുള്ളിക്ക് ഒരു ഫാസിനേഷൻ തോന്നുവാണ് ഇയാളുടെ റൈറ്റിംഗ് എങ്ങനെ, ഇയാളുടെ വേ ഓഫ് വർക്കിംഗ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങേരുടെ വർക്ക് ഇയാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡിംഡ്, ഐ മീൻ ആൾക്കാർ ശ്രദ്ധിക്കാതായിട്ടുണ്ട്. അപ്പോൾ ഇയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇയാളൊരു ഗ്രേവ് യാർഡിൽ പോയിരുന്നാണ് വരയ്ക്കുന്നത്.
പലപ്പോഴും അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പോയിരുന്നു വരയ്ക്കുന്നത്. അപ്പോൾ ഒരു പൂച്ച ചത്ത് കിടക്കുന്നതാണ് പുള്ളി വരച്ചെടുക്കുന്നത്. അതാണ് പുള്ളി കാണുന്നത്. അതായത് റിയൽ ലൈഫ് സീൻസ് ഒക്കെ വരയ്ക്കൂലേ, അങ്ങനത്തെ സാധനങ്ങളാണ് പുള്ളി പ്രിഫർ ചെയ്യുന്നത്. ഇവർ വല്ല ആപ്പിളും ഓറഞ്ചൊക്കെ വരയ്ക്കുമ്പോൾ ഇയാൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, ഡെത്തൊക്കെയാണ് പുള്ളി കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇയാളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങും. ഇയാൾ വരച്ച പിക്ചേഴ്സ് കണ്ടിട്ട് ചിലർക്കൊക്കെ ഹലൂസിനേഷൻസ് തോന്നും, ചിലർ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കുന്ന അവസ്ഥ വരെ അങ്ങനത്തെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇടയിൽ കാണിച്ചു വരുന്നുണ്ട്. എന്തൊരു ഹിപ്നോട്ടിക് ഒരു സംഭവം അതിനുണ്ട്, പടത്തിനുണ്ട്. അപ്പം അതൊക്കെ ഇയാൾ കുറച്ച് നാളും കഴിഞ്ഞിട്ട് പിക്മാനുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ചു. പുള്ളിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാവുന്നൊരു ഒരു വളരെ ഒരു എന്താ പറയുക അൺനാച്ചുറൽ ഫ്രണ്ട്ഷിപ്പ്, ഒരു അൺഹോളി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ച് ഇയാളൊരു മ്യൂസിയം ക്യൂറേറ്ററായി. പുള്ളി കല്യാണം കഴിഞ്ഞ്, പുള്ളിയുടെ സ്വീറ്റ് ഹാർട്ടിനെ കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ആയി. അത് കഴിഞ്ഞ് ആ, വീണ്ടും പിക്മാനെ കാണുവാണ്. അയാൾ ഇതുപോലെ തന്നെ ഇയാൾ വർക്ക് ചെയ്യുന്ന മ്യൂസിയത്തിൽ പിക്മാൻ്റെ പിക്ചേഴ്സ് പുള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് മറ്റേ അതിന് വേണ്ടിയിട്ട്, അത് ആർട്ട് ഗാലറി ആരോ വിളിച്ചു വരുന്നതാണ്. ഇയാൾക്കതിൽ പവറൊന്നുമില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇയാൾ തടഞ്ഞേനെ. ആ പിക്ചേഴ്സിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇയാൾക്ക് അറിയാവുന്നുണ്ട്. സംതിങ് ഈസ് റോങ് വിത്ത് ദോസ് പിക്ചേഴ്സ്. വരുന്നത് അതിലും അതിനേക്കാളും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള, അതിനേക്കാളും വിയേർഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് വരുന്നത്. ഇത് പുള്ളി ഒരു വട്ടം കാണുന്നുള്ളൂ. പുള്ളിയുടെ അസിസ്റ്റൻറ്റ് ക്യൂറേറ്ററും ഇതേ അനുഭവം ഉണ്ടാവും. പുള്ളി ഇത് കണ്ട് ഹിപ്നോട്ടൈസ്ഡ് ആയിട്ട് എന്തോ സെൽഫ് ഹാം ചെയ്യും. അവസാനം എല്ലാം കഴിഞ്ഞ് ഇയാൾ പിക്മാനെ കൺഫ്രണ്ട് ചെയ്യും ഇയാളുടെ വീട്ടിൽ പോയിട്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ ഫാമിലി, പിക്മാൻ്റെ ഫാമിലി വേറെ മെമ്പേഴ്സ് ഒന്നുമില്ല, പുള്ളിയുടെ ഫാമിലി ആക്ച്വലി മോൺസ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം. ഒരു കിണറുണ്ട് വീടിൻ്റെ ഉള്ളിൽ. ആ കിണർ ആക്ച്വലി ഇറ്റ്സ് എ വെൽ ഇൻ ടു എൻ ഓപ്പണിംഗ് ഇൻ ടു അനദർ വേൾഡ് ഓർ സംതിങ്. അതിൽ നിന്ന് ഒരാൾ വന്ന് പിക്മാൻ അവിടെ വെച്ച് ഇവർ തമ്മിൽ വാക്ക് തർക്കമായി. പിക്മാൻ വെടികൊള്ളും, പിക്മാൻ മരിക്കും. ആ വെടികൊള്ളോ സ്റ്റാബ് ചെയ്യുമോ എന്തോ ചെയ്യും, അയാൾ മരിക്കും. അപ്പോൾ ആ വെല്ല് തുറന്നിട്ട് ഒരാൾ വന്ന് ഒരു സാധനം വന്ന് ഇതിനെ എടുത്ത് അതിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇയാൾ വരച്ചതൊക്കെ റിയൽ സാധനങ്ങളായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഐറ്റമാണ്, പുള്ളിയുടെ ഒരു പിക്ചറിനെ റിസംബിൾ ചെയ്യുന്ന ഒരു സാധനമാണ് വരുന്നത്. അപ്പോൾ ഇവൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇയാളുടെ വൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിന്നർ കുക്ക് ചെയ്യാണ്. വൈഫിൻ്റെ മുഖം കാണിക്കുന്നില്ല, മീൻസ് അയാളെ കാണിക്കുന്നില്ല, അയാൾ പുറകിൽ നിന്നാണ് കാണുന്നത്. പക്ഷെ നമ്മളെ കാണിക്കുമ്പോൾ വൈഫിൻ്റെ 2 കണ്ണും ഇല്ല. ഷീ ഈസ് സ്റ്റിൽ കുക്കിംഗ് ബട്ട് സംതിങ് ഈസ് ഇൻ ദ അവൻ. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് വേർ ഇസ്, ഐ തിങ്ക് അവൻ്റെ പേര് ജോഫ്രി എന്നെങ്ങാണ്ടാണ്, വേർ ഈസ് ജോഫ്രി എന്നാണ് ചോദിക്കുന്നുണ്ട്, മകൻ എവിടെയാണെന്ന്. അപ്പോൾ ഷീ ഡസൻ ആൻസർ ആൻഡ് വി ആർ ആക്ച്വലി ദേ ഷോ ദാറ്റ് അവൻ അന്ന് കാണിച്ച ആ സംഭവമില്ലേ, ആ പോസ്റ്റ്മോർട്ടമിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, അത് ആ എൻഡിങ് ആണ് ഇതിന് വരുന്നത്, ഈ ആക്ച്വലി സീരീസിലെ എപ്പിസോഡിന് വരുന്നത്. പക്ഷേ ഈ സാധനം കഥയിൽ ഇതൊന്നുമില്ല, അയാൾക്ക് ഫാമിലി ഒന്നുമില്ല, ഈ പറഞ്ഞ നരേറ്റർക്ക് ഫാമിലി ഇല്ല. ഹീസ് കൺഫ്രണ്ടഡ് ബൈ ദാറ്റ് മോൺസ്റ്റർ. അവിടെ വെച്ച് കഥ എൻഡ് ചെയ്യും. അതൊരു സംഭവമാണ് പിക്മാൻ. വേറൊരു എപ്പിസോഡ് കൂടി ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്. ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി വായിച്ച ലവ് ക്രാഫ്റ്റ്, മേ ബി ലാസ്റ്റ് ലവ് ക്രാഫ്റ്റ് ഐ റെഡ്. ഓവർ ടു യു അനു. എനിക്കിപ്പോ അധികം പറയാനില്ല. ലവ് ക്രാഫ്റ്റിന്റെ ഇതാണ് സംഭവം. ആ മോൺസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ വേൾഡ് ഏത് നിമിഷവും അവസാനിക്കും. അതാണ്. അപ്പം ഇറ്റ്സ് സോ എക്സിസ്റ്റൻഷ്യൽ ആ ഒരു ടെറർ. നമുക്ക് കാരണം ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഏതൊരു സ്ലീപ്പിംഗ് ഫേസ് അങ്ങനെ എന്താണ് ഒരു റിക്കറിംഗ് തീം അതാണ്. ഈ തുലൂഹു ഉറക്കത്തിലാണ്, ഡ്രീം സ്റ്റേറ്റിലാണെന്നോ എന്തൊക്കെയുണ്ട്. അപ്പൊ ഇത് പുള്ളി ഉണർന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ അതുവരെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു കാം സർവൈവിങ് ഒരു മോഡിൽ ഇങ്ങനെ പോവുകയാണ് നമ്മുടെ സിവിലൈസേഷനും എല്ലാം. പുള്ളി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പോയി, നമ്മുടെ വേൾഡ് എല്ലാം കംപ്ലീറ്റ്ലി പോയി. അപ്പൊ അത് ഉളവാക്കുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ടെറർ ഉണ്ട്. ലവ് ക്രാഫ്റ്റ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയും കുറെ സ്റ്റോറീസ് ഉണ്ട് ഇതുപോലെ, ലൈക്ക് ഹാഫ് മെൻ ഹാഫ് മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള കഥകള്. ചെറിയ എന്താ പറയാ, ഈ ഡീൽ വിത്ത് ദ ഡെവിൾ ആ ടൈപ്പ് സ്റ്റോറീസ് ഇല്ലേ, നമ്മൾ സോള് ഡെവിളിന് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പവേഴ്സിനെ കുറിച്ച്. അപ്പൊ അതിനോട് ചെറിയൊരു പാരലൽ നമുക്ക് തോന്നും. പക്ഷെ ഇറ്റ് ഗോസ് ബിയോണ്ട് ദാറ്റ്. ഡെവിളും ഗോഡും ഒക്കെ പിന്നെ നമ്മുടെ വേൾഡിൽ തന്നെ ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൽ ടോട്ടലി ഏലിയൻ ക്രീച്ചേഴ്സ് ആണ്, ടോട്ടലി സൂപ്പർ നാച്ചുറൽ ആണ്. സോ യാ അപ്പം ലവ് ക്രാഫ്റ്റ് അതാണ്. ഇങ്ങനെയാണ് രണ്ടുപേരും എന്റെ ഫേവറേറ്റ്സ് ആണ്. ഓക്കെ.
അതില് ഇപ്പൊ പ്രോബബ്ലി ആ ജനറേഷനിൽ അല്ലെങ്കിൽ ആ സമയത്തുള്ളതിൽ ഞാൻ കുറച്ച് റോald ഡാലിന്റെ ചില കഥകള് അത്യാവശ്യം ക്രീപ്പി ആയിരുന്നു. മറ്റേ റോയൽ ജെല്ലിയൊക്കെ വളരെ പേടിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു. അതുപോലെ കൊനാൻ ഡോയലിൻ്റെ കുറച്ച് ഹൊറർ സ്റ്റോറീസ് ഉണ്ട്. എനിക്ക് ഒരെണ്ണം ഓർമ്മയുള്ളത് കൊനാൻ ഡോയലിനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരാൾ എഗെയിൻ അന്നത്തെ ഹൊററിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വാസ് എ ലോട്ട് ഓഫ് അൺഎക്സ്പ്ലോർഡ് സ്റ്റഫ് ഇൻ ദ വേൾഡ്. അപ്പോൾ അത് കാരണം അവിടെ എന്തായിരിക്കും എന്നുള്ളതിന് ഒരുപാട് റെഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് 2 പേര് അറ്റ്മോസ്ഫിയറിൽ മറ്റേ ബലൂണിൽ പോവുകയാണ്, ഹോട്ട് എയർ ബലൂണിൽ. അപ്പോൾ ഒരു ബിയോണ്ട് എ പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന ജെല്ലി ഫിഷ് പോലത്തെ ക്രീച്ചേഴ്സിനെ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഹൊറർ സ്റ്റോറി ഉണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് അതുപോലെ അത് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് തിയറിയും കൂടെ ആയിരുന്നു ഒരു കാലത്ത്. നമ്മൾ ഈ UFO എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ജെല്ലി ഫിഷ് പോലത്തെ കുറെ ജീവികളാണ്. അതിങ്ങനെ സ്പീഡിൽ പോകുന്നതിന്റെ ഷേപ്പാണ് നമുക്ക് സോസറായിട്ട് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് തിയറി ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് കണ്ടായിരുന്നോ? അതിനകത്തൊരു എപ്പിസോഡ് ഉണ്ട്. ദേ എൻകൗണ്ടർ, അതായത് ഒരു ഡെസേർട്ടിൽ 2 പേര് ദേ എൻകൗണ്ടർ സീ ക്രീച്ചേഴ്സ് അറ്റ് നൈറ്റ്. ആ എനിക്ക് ഇതേ ഓർമ്മയുണ്ട്. സംഭവം ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് ആയിരുന്നു അതിൽ, വിഷ്വൽസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സാധനം. വിഷ്വൽസ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരു ഹൊറർ ഫിലിം ഇല്ലായിരുന്നു, ദിസ് ഈസ് അസും സോറി അസ് ഗെറ്റ് ഔട്ട് ഒക്കെ ഡയറക്ട് ചെയ്ത ആളുടെ ഒരു ഏലിയൻസിന്റെ ഒരു നോപ്പ് 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 NOP. നോപ്പ്, നോപ്പ് അത് തന്നെ, നോപ്പ് നോപ്പ്. നോപ്പ് സിമിലർ ഒരു ഉഗ്ര ക്രീച്ചർ, സാധനമായിരുന്നു. അടിപൊളി പടമായിരുന്നു. ബാക്ക് ടു യു സന്ദീപ്, ഇന്ററപ്റ്റ് ചെയ്തു. അല്ല, അപ്പം ഇത് രണ്ടുമാണ് എനിക്ക് റിയലി ഓർമ്മയുള്ളത്. അതിൽ വേറെ കൊനാൻ ഡോയലിന്റെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു കഥ. ഒരു രാത്രി ഒരാള് ഈസ്റ്റ് കോസ്റ്റില്, US ഈസ്റ്റ് കോസ്റ്റില് വഴിതെറ്റി അലയുമ്പോൾ മറ്റേ ഹെസ്സിയൻ സോൾജിയേഴ്സ് ഇല്ലായിരുന്നു. US സിവിൽ വാർ ഉണ്ടായപ്പോൾ ജർമ്മനിയിൽ എന്തോ അവരിറക്കിയ ഹെസ്സിയൻ സോൾജിയേഴ്സ്. അപ്പോൾ ഇത് സിവിൽ വാറൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോഴും കാട്ടിൽ അലഞ്ഞു തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻസ് ഹാവ് പാസ്റ്റ്. ദർ ഇസ് നോ വേ ദാറ്റ് ഗൈ ക്യാൻ ബി അലൈവ്. പക്ഷെ അപ്പോഴും കാട്ടിൽ വഴിതെറ്റി അലഞ്ഞു തിരിയുന്ന ഒരു ഹെസ്സിയൻ സോൾജിയർ ഇയാളെ സഹായിച്ച് ഇയാൾക്ക് പുറത്തോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ഹി റിയലൈസസ് ദാറ്റ് ഇങ്ങനെ ലാസ്റ്റ് പിരിഞ്ഞു പോകാൻ നേരത്താണ് അയാൾ പറയുന്നത് ഇയാൾ സിവിൽ വാറിൻ്റെ ഭാഗമാണ്, അതിന് വന്ന ഒരു ഹെസ്സിയൻ സോൾജിയർ ആണെന്നാണ്. ദിസ് ഗൈ ഈസ് കംപ്ലീറ്റ്ലി ബിവിൽഡേർഡ് ബൈ ഇറ്റ്. പുള്ളിക്ക് തന്നെ പുള്ളിയുടെ എക്സിസ്റ്റൻസും ഒക്കെ പുള്ളി ചോദ്യം ചെയ്യുകയാണ് അതിൻ്റെ അവസാനം. Man out of അങ്ങനെ time. ഒരു കഥ ഓർമ്മയുണ്ട്. പക്ഷേ എഗെയിൻ ഐ തിങ്ക് ആസ് ദി ഇയേഴ്സ് പാസ് ഹൊറർ എന്ന് പറയുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ക്രീച്ചേഴ്സിൽ നിന്നും റിയൽ ലൈഫ് സെനാരിയോസിലോട്ട് ഇങ്ങനെ പതുക്കെ ട്രാൻസിഷൻ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു 1970s 1980s കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മീഡിയയും സോഷ്യൽ മീഡിയയും എല്ലാ മൊബൈൽ ക്യാമറയും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആളുകളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതലും മനുഷ്യരാണ് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിൽ ഹൊറർ മാറിയിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്കിപ്പം ഇപ്പോഴും ഇപ്പം പുതുതായിട്ട് റൈസ് ചെയ്യുന്ന ഒരു ഹൊറർ ഓത്തറാണ് സിൽവിയ മൊറേന ഗാർസിയ. പുള്ളിക്കാരത്തി ഒരു ലാറ്റിൻ അമേരിക്കൻ ഓത്തറാണ്. പുള്ളിക്കാരത്തിയുടെ 2 ബുക്കുകൾ സിൽവർ ഞാൻ നൈട്രേറ്റ് വായിച്ചു. സിൽവർ നൈട്രേറ്റോ അങ്ങനെ എന്തൊരു സാധനം അല്ലേ? അല്ല, ഗോത്തിക് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ വായിച്ചു. അമേരിക്കൻ മറ്റേ ഗോത്തിക് ഉണ്ട്, പിന്നെ ഒരു സിൽവർ നൈട്രേറ്റ് ഒരു സാധനം ഉണ്ട്. പുള്ളിക്കാരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അത് വാമ്പയർ വായിച്ചിട്ടില്ല. ഹണ്ടിങ് എന്തോ ബേസ് ചെയ്തിട്ടൊരു സാധനം. ഈ മെക്സിക്കൻ ഗോത്തിക്കിലെ ഒരു ഭയങ്കര രസമുള്ള കഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ സിസ്റ്റർ ഇസ് മാരീഡ് ടു എ വെരി റിച്ച് മാൻ ഇൻ മെക്സിക്കോ സിറ്റി. അപ്പോൾ ഇവള് അവിടെ പോവുകയാണ്. സിസ്റ്റർ ഒരു ലെറ്റർ എന്തോ അയച്ചിട്ട് ഇവൾ അവിടെ പോവുകയാണ്. ഷീ സ്റ്റാർട്ട്സ് റിയലൈസിങ് ദാറ്റ് ആ സിസ്റ്ററിനെ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ആ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ഇങ്ങനെ സ്റ്റ്യൂ ചെയ്യുകയാണ്. ഇവൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും
അയാളുടെ ഫാമിലിയും കഴിയുന്നതും ഇവളെ ഇങ്ങ് സിസ്റ്ററിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് വളരെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഒരു ഹൊററാണ് അതിൽ. പിന്നെ പുള്ളിക്കാരത്തിന് തന്നെ വേറൊരു കഥയും കൂടെ ഉണ്ടായിരുന്നു, മറ്റേ ഡോക്ടർ മോറിയോസ് ഐലൻഡ് എന്ന് ഐലൻഡ് പറഞ്ഞിട്ടൊരു ഐലൻഡ് കഥയുണ്ടല്ലോ. ഓഫ് ഡോക്ടർ മോറിയോ. ആ, അതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷെ മറ്റേ മെക്സിക്കൻ ഗോത്തിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഈ മെക്സിക്കൻ ഗോത്തിക് റിമൈൻഡഡ് മീ ഓഫ് റബേക്ക, ഡാഫ്നെ ഡു മൊറിയറിന്റെ, വേർ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ആ ഫുൾ അറ്റ്മോസ്ഫിയർ, ആ വീട് ഇറ്റ് സെൽഫ് ഇസ് കൈൻഡ് ഓഫ് പാർട്ട് ഓഫ് അതും ഒരു ക്യാരക്ടറാണ്. ആ വീടും ആ മാൻഷൻ, ഇറ്റ്സ് എ ക്രംബ്ലിംഗ്, ഇറ്റ്സ് എ റിച്ച് ആണെങ്കിൽ അതൊരു ക്രംബ്ലിംഗ് മാൻഷൻ ആണ് ഏകദേശം. അതും ഇതിലൊരു ക്യാരക്ടറാണ്. ഈ മെക്സിക്കൻ ഗോത്തിക്കില് കഥയിലൊരു ക്യാരക്ടറാണത്. ഞാൻ ജഡ്ജസ് ഹൗസ്, സിൽവർ നൈട്രേറ്റ് പുള്ളിക്കാരത്തിന് തന്നെയാണ് ഞാനിപ്പോ സിൽവർ ചെക്ക് ചെയ്തത്. നൈട്രേറ്റ് പുള്ളിക്കാരത്തിന് തന്നെയാണ്. ആക്ച്വലി അതെന്തോ ഇതാണ് വേർവുൾ ഫണ്ടിങ്ങിനെ പറ്റി എന്തോ സംഭവമാണത്. കാരണം സിൽവർ നൈട്രേറ്റ് ആസ് ദ വേർഡ് സജസ്റ്റ്. ലേഖ എന്തോ പറഞ്ഞു വന്നത് ജഡ്ജസ് ഹൗസ് എന്തോ ജഡ്ജസ് ഹൗസ് ആരുടെയായിരുന്നു? അതൊക്കെ ബ്രാം സ്റ്റോക്കർ അല്ലേ? ബ്രാം സ്റ്റോക്കർ. ബ്രാം സ്റ്റോക്കർ. ബ്രാം സ്റ്റോക്കർ. അത് ഈ പറഞ്ഞ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഇല്ല. ഇല്ല ആക്ച്വലി ഇല്ല അതൊരു കിടിലൻ പുസ്തകമാണ്. ഇഫ് യു റെഡ് ഇറ്റ്. അത് ഒരാളൊരു വീട് വാടകയ്ക്ക് എടുക്കുകയാണ്. അയാളുടെ ഒരു പഴയ ജഡ്ജിന്റെ വീട്. അത് പല ലാംഗ്വേജസിൽ ഞാൻ വായിച്ചു. പക്ഷെ ബ്രാം സ്റ്റോക്കറിന്റെ ഐ മീൻ എനിക്കറിയാം, ഞാൻ മറന്നുപോയി ആരുടെയായിരുന്നു എന്ന്. ഞാൻ മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്, അത് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാള് അയാളൊരു വീട് വാടകയ്ക്ക് എടുക്കുക, ഒരു പഴയ ജഡ്ജിയുടെ വീട്. ആ ജഡ്ജിയുടെ അയാൾ കുറെ ആൾക്കാരെ തൂക്കിക്കൊന്നൊരു ജഡ്ജിയാണ്. അപ്പൊ അവിടെ ഒരു റാറ്റ് ഇൻഫെസ്റ്റേഷൻ ഉണ്ട്. ഈ ജഡ്ജിയുടെ പഴയ ബുക്കൊക്കെ അവിടെ കിടക്കും. ഈ പറഞ്ഞ വെരി അറ്റ്മോസ്ഫിയറിക്. അതിലൊരു ഒരു റാറ്റ് ഉണ്ട്, ഒരു താടിച്ചിട്ടൊരു റാറ്റ്, ചുവന്ന കണ്ണൊക്കെ ആയിട്ട് എപ്പോഴും ഇയാളെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇയാൾ കഥ എഴുതാൻ എന്തോ വന്നേക്കണാണ് ആ വീട്ടില്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് ആസ് യുനോ ഒരു ഇവര് തമ്മിൽ, ഇയാൾ ഈ റാറ്റിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. ഇവൻച്വലി ഇത് റാറ്റിന്റെ ആ മൊത്തത്തിൽ ഇതൊരു എന്താ പറയാ, ഒരു സ്ലൈഡ് ഡൗൺ ഇൻ ടു ഇൻസാനിറ്റി ആണത്. ഇവൻച്വലി ഇറ്റ് എൻഡ്സ് ഇൻ സെൽഫ് ഹാം. പക്ഷെ അത് വായിച്ച് ആ ഒരു റീഡിങ് എക്സ്പീരിയൻസ്, അത് വായിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഷോർട്ട് സ്റ്റോറി, ഒരു വളരെ ചെറിയ കുറച്ച് പേജസേ ഉള്ളൂ. അതിൽ നമ്മളെ നല്ലോണം എൻഗേജ് ചെയ്യാൻ പറ്റിയൊരു, ഇപ്പൊ ആർക്കെങ്കിലും ഇത് വായിച്ചു നോക്കണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നൊരു ബുക്കാണത്. ജഡ്ജസ് ഹൗസ് എന്നാണ് തോന്നുന്നു എന്റെ പേര്. വിക്കി സോഴ്സിലുണ്ട്. ഒരു ഷോർട്ട് സ്റ്റോറി അല്ലേ? ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ ചെറിയൊരു ഡ്രാക്കുള ഒന്നും വായിക്കണ്ട, ഇത് വായിച്ച അത്യാവശ്യം ഒരു രാത്രിക്കുള്ളതുണ്ട്. അത് പറയുമ്പോൾ പറയേണ്ട ഒരു സാധനമാണ് നമ്മുടെ മണിച്ചിത്രത്താഴിനെ തലകീഴായി തിരിച്ചു വെച്ചത്, ഓർ റാദർ ഇതിനെ തലകീഴായി തിരിച്ചു വെച്ചതാണ് മണിച്ചിത്രത്താഴ്. എക്സോർസിസ്റ്റ് നോവല്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, മണിച്ചിത്രത്താഴിന്റെ ഫ്ലിപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോർസിസ്റ്റില് ഒരു സൈക്കോളജിസ്റ്റ് ആയ ഒരു അച്ഛൻ വന്നിട്ട് ഫൈനലി സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞാണ് ആദ്യം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ദെൻ ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു സൂപ്പർ നാച്ചുറൽ. അതിനെ എടുത്ത് നേരെ ഫ്ലിപ്പ് ചെയ്തതാണ് മണിച്ചിത്രത്താഴ്. സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറഞ്ഞു വെച്ചിട്ട് അവസാനം അത് ഫ്ലിപ്പ് ചെയ്ത് സൈക്കോളജിക്കൽ ആക്കുന്നു. ഇപ്പോൾ എക്സോസിസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, വില്യം പീറ്റർ ബ്ലാറ്റി. അത് ഡ്രാക്കുള വായിച്ചതിൻ്റെ അറൗണ്ട് ആ സമയത്ത് തന്നെയാണ് ഞാൻ അതും വായിച്ചത്. ഒരുപാട് വളരെ ചില്ലിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതേപോലെ തന്നെ വേറൊരു എക്സോർസിസം സ്റ്റോറിയാണ് ഹെഡ് ഫുൾ ഓഫ് ഗോസ്റ്റ്സ് എന്നും പറഞ്ഞിട്ട്. എനിക്കൊരു 3-4 കൊല്ലം മുമ്പ് ഗുഡ് റീഡ് സ്റ്റോറി ആയിരുന്നു. ഒരു സിസ്റ്റർ വന്നിട്ട് അവളുടെ സഹോദരിയെ എക്സോർസിസത്തിന്റെ സമയത്ത് കൊല്ലപ്പെട്ടതിന്റെ ട്രൂ ക്രൈം ആയിരുന്നു. ഫുൾ ഫാമിലി മരിക്കും. സോൾ സർവൈവർ എന്നാണ്. അതൊരു ഭയങ്കര ബുക്ക്. അത് പല തലത്തിൽ ചർച്ച ചെയ്യുന്ന ബുക്കാണ്. നോട്ട് ജസ്റ്റ് ഹൊറർ മാത്രമല്ല, അത് ഒരു ഇൻ എ വേ ഇറ്റ് ടോക്സ് അബൌട്ട് ഡൊമസ്റ്റിക് അബ്യൂസ് as well. അച്ഛനാണ് ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുക, അങ്ങനെ എന്തൊക്കെയോ ആണ് അതില്. ശരിക്കും അത് ഹൊറർ, ഈ സാൻഡി പറഞ്ഞമാരെ സൂപ്പർ നാച്ചുറൽ മാത്രമല്ല, ദ ബിഗ്ഗസ്റ്റ് ഹൊറർ ഇസ് വൺസ് ദറ്റ് ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ഇൻഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു ബുക്കാണത്.
ഉം. പോൾ ട്രെംബ്ലെ അല്ലേ? പോൾ ട്രെംബ്ലെ, അതെ, പോൾ പോൾ ട്രെംബ്ലെ. ട്രെംബ്ലെ. ബുക്കിന്റെ പേരെന്താ ഒന്നുകൂടി എ പറഞ്ഞു? ഹെഡ് ഫുൾ ഓഫ് ഗോസ്റ്റ്സ്. ഹെഡ് ഫുൾ ഓഫ് കോഴ്സ്. ഓക്കെ. ചേച്ചി എക്സർസൈസ് ചെയ്യാൻ വരുന്നതാണ്. അനീത്തി ഉണ്ട് വീട്ടില്. അനീതി വളരെ കുഞ്ഞാണ്. എന്നിട്ട് ഈ രണ്ട് ടൈം ലൈനിലാണ് ഈ സ്റ്റോറി. അനീതി വലുതായിട്ട് ഉള്ളൊരു കഥയും പിന്നെ ഇതും. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇത് പറയണത്. അതിന്റെ എൻഡ് വാസ് ലൈക്ക് വെരി ക്വൈറ്റ് ചില്ലിങ്, ഒരു ട്വിസ്റ്റി എൻഡായിരുന്നു. ടി വി റിയാലിറ്റി ഷോ സംതിങ് അതുമായിട്ട് ലിങ്ക് കറക്റ്റ്. ചെയ്തൊരു ഓക്കെ ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം, വായിച്ചിട്ടില്ല. അത് സിനിമ എന്തോ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഹെഡ് ഫുൾ ഓഫ് കോഴ്സ് വന്നോന്നറിയില്ല, ട്രെയിലർ കണ്ടായിട്ട് ഓർമ്മയുണ്ട്. അപ്പം അന്ന് ചെക്ക് ചെയ്തതാണ് അതിനെ പറ്റിയിട്ട്. യെസ്. ഒരു ഡോൾ ഹൗസ് കളിക്കുന്നതൊക്കെ ചില സീക്വൻസസ് ഉണ്ട്, അതൊക്കെ ഭയങ്കര സ്കാരി ആയി. പിന്നെ അതുപോലെ സാറ ഗ്രാൻ പുള്ളിക്കാരത്തിയുടെ കം ക്ലോസർ എന്നൊരു സാധനമുണ്ട്. അതും ഡീപ്ലി അൺസെറ്റിലിംഗ് ആണ്. ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ്, വളരെ ലവിങ് കപ്പിളാണ്. ഷീ സ്റ്റാർട്ട്സ് ഹിയറിങ് സൗണ്ട്സ് ഇൻസൈഡ് ഹെർ ഹൗസ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ പുള്ളിക്കാരത്തിയുടെ ബിഹേവിയർ മാറുകയാണ്. പുള്ളിക്കാരത്തിയുടെ ലാംഗ്വേജ് ബിക്കംസ് വെരി എന്താ പറയുക, അബ്യൂസീവ്. ഭർത്താവിന് സിഗരറ്റ് വെച്ച് കുത്തി പൊള്ളിക്കുന്നു. പുള്ളിക്കാരത്തിക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. എന്നിട്ട് ഇറ്റ്സ് എ സ്ലോ അൺറാവലിംഗ് ഓഫ് എ പേഴ്സൺ. വളരെ വലിയ സാധനമൊന്നുമില്ല, പക്ഷേ ചെറിയ നോവലാണ്. പക്ഷേ എഗെയിൻ ഡീപ്ലി അൺസെറ്റിലിംഗ് സാധനം. എനിക്കൊന്ന് റീസെൻറ്റ് ടൈംസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൊറേഴ്സിലൊന്നാണ് കം ക്ലോസർ. മറ്റേ ജേസൺ റെക്കുല്യാക്കിൻ്റെ ഹിഡൻ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ആ ലെവലിൽ ഒരു ചിൽസ് ക്രിയേറ്റ് ചെയ്ത സാധനമാണ് ഇതും. കം ക്ലോസർ, സെറ ഗ്രാൻ, അതാണ് സാധനം. പിന്നെ അതുപോലെ ഈ അടുത്തിടയ്ക്ക് വേറൊരു സാധനം വായിച്ചായിരുന്നു. ഒരു ജോർഡൻ പീൽ ഇത് എഴുതിയിരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ എഴുതിയ ഒരു സാധനമാണ് കോൾഡ് വിഷിംഗ് വെൽ. ഒരു സീരീസ് ഓഫ് ഹൊറർ ഫോർ ഹാപ്പനിങ് ഇൻ ബ്ലാക്ക് പീപ്പിൾസ് ലൈഫ്സ്. അതും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ അൺവൈൻഡ്, നിങ്ങൾ ആരെങ്കിലും അൺവൈൻഡ് വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അത് ഹൊറർ അല്ല, ഇറ്റ്സ് എ ഡിസ്റ്റോപ്പിയൻ വൺ. പക്ഷേ അതിൽ ദർ ആർ സീക്വൻസസ് ദാറ്റ് ആർ എക്സ്ട്രീംലി ഹോറിഫിക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഫൻസ് ആയിട്ടുള്ള പിള്ളേരെ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടാത്ത പിള്ളേരെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി വളർത്തി ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു സ്പെയർ പാർട്സ്. അവരെ ബേസിക്കലി അൺവൈൻഡ് ചെയ്ത്, ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡൺ വൈൽ ദേ ആർ അലൈവ് ആൻഡ് മൂവി കോൺഷ്യസ്. ഉണ്ടായിരുന്നോ? ഇതൊരു ഓർഗൻ ഹാർവെസ്റ്റിംഗ്, ഐ തിങ്ക് അത് തന്നെ ഓർഗൻ ഹാർവെസ്റ്റിംഗ് ആണ്. പക്ഷേ ഇത് ബേസിക്കലി ഒരു സോഷ്യലി ആക്സെപ്റ്റഡ് പ്രാക്ടീസ് ആണ് ഡിസ്റ്റോപ്പിയൻ വേൾഡിൽ. അപ്പോൾ ആ അൺവൈൻഡ് ചെയ്യുന്ന ഒരാളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദേ ആർ ലൈവ് ഓൺ ദാറ്റ് ടേബിൾ ബീങ് അൺവൗണ്ട്. കാരണം അപ്പാരൻ്റ്ലി അവർ കോൺഷ്യസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്തോ ടോക്സിൻസോ എന്തോ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി വിൽ അഫക്റ്റ് ദ ക്വാളിറ്റി ഓഫ് ദ ഓർഗൻസ്. അതുകൊണ്ട് അവർ കോൺഷ്യസ് ആയിരിക്കുമ്പോഴാണ് അവരുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്ടായിട്ട് അൺവൈൻഡ് ചെയ്ത് എടുക്കുന്നത്. ദാറ്റ് വാസ് പ്രെറ്റി സ്കേറി. പിന്നെ ബേർഡ് ബോക്സ് പുസ്തകം എനിക്ക് ആക്ച്വലി ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ആ സീൻസിനേക്കാളും ഇഷ്ടപ്പെട്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു സാധനമായിരുന്നു. വളരെ ചെറിയൊരു ബുക്കാണ്, ചെറിയ ബുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാവുന്ന. അതെ. പിന്നെ അതുപോലെ ലിങ്കൺ ഇൻ ദ ബാർഡ്രോ, അതും ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു സാധനമാണ്. അതെ. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് റീഡ്, ടു ബി വെരി ഓണസ്റ്റ്. അതൊരു അവാർഡ് പുസ്തകമാണ് എന്നുള്ളത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടുത്തം കിട്ടും. എന്ന് പറഞ്ഞാൽ എബ്രഹാം ലിങ്കണിൻ്റെ ഒരു മോൻ മരിച്ചു പോകും. അപ്പോൾ പുള്ളിയുടെ മോനെ ഹീസ് നോട്ട് വില്ലിങ് ടു ലെറ്റ് ഗോ. അപ്പോൾ പുള്ളി ഇങ്ങനെ മോൻ്റെ കല്ലറയിൽ പോയിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ചെറുക്കൻ്റെ ആത്മാവിന് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല ഈ അച്ഛൻ്റെ അറ്റാച്ച്മെൻറ്റ് കാരണം.
അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ സ്റ്റക്കാവും, അല്ലെങ്കിൽ വേറെ ആരോ ഒന്ന് കൊണ്ടുപോകും, അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ആ അവിടുത്തെ ബാക്കിയുള്ള ഗോസ്റ്റ്സ് എല്ലാവരും കൂടി ഇവൻ്റെ കൂടെ കൂടി അവനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സാധനം. എഗെയിൻ അത് ഹൊറർ അല്ല, പക്ഷേ ഇറ്റ്സ് എൻ അൺസെറ്റിലിംഗ് സ്റ്റോറി ഓഫ് ആഫ്റ്റർ ലൈഫ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വേറെ ആർക്കാ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ വേറെ മറ്റേ കഥകൾ? അങ്ങനെ എനിക്ക് ഇത് സോറി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ചെറിയ ജസ്റ്റ് ഒരു കഥ ഓർമ്മ വന്നപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് ഈ ഒരു സ്റ്റോറി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഐ ഹാവ് നോ മൗത്ത് ആൻഡ് ഐ കനോട്ട് സ്ക്രീം. അങ്ങനെ ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു സയൻസ് ഫിക്ഷൻ ആണ്. ഈ നേരത്തെ ഓർഗൻ ഹാർവെസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പൊ അതിന്റെയും ആ ഒരു സ്റ്റോറിയുടെയും അതിന്റെ കോർ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ അത് ഇറ്റ് ഹാസ് ടേക്കൺ ഓവർ ദ വേൾഡ്, ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് ആണ്. അപ്പൊ എല്ലാ മനുഷ്യരെയും കൊന്നു കളഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് 3-4 മനുഷ്യരെ മാത്രമാണ് ബാക്കി നിർത്തിയേക്കുന്നത്. എന്നിട്ട് അവരും ദേ ഹാവ് ഓൾസോ ഡിവോൾവ്ഡ് ഇൻ ടു ബ്രൂട്ടാലിറ്റി അഗൻസ്റ്റ് ഈച്ച് അതർ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം അവരെ ടോർച്ചർ ചെയ്യുകയാണ്. ഇതിന്റെ ഈ ഒരു ഇന്റലിജൻസിന് ബോർഡമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ആൻഡ് ഇറ്റ്സ് വെരി വെരി പവർഫുൾ, വെരി വെരി പവർഫുൾ എന്ന് വെച്ചാൽ അതിന് എന്താ പറയാ, എന്ത് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മനുഷ്യരുടെ എന്തോ അവർ മരിക്കാൻ പോവുകയാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ജനറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനും ടെക്നോളജി ഉണ്ട് ഈ AI-ക്ക്. അത് വെറുതെ വെച്ചേക്കാണ് ഈ 3-4 പേര്. കാരണം ജസ്റ്റ് ആ ബോർഡത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ മനുഷ്യരുടെ എനിക്ക് തോന്നുന്നു എയിം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ആത്മഹത്യ ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ട്രൈങ് ടു ഡു, ബട്ട് ദിസ് ക്രീച്ചർ ഈസ് നോട്ട് അലൗവിങ് ഇറ്റ്. അങ്ങനെ 1-2 പേരെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ, ദേ ഹാവ് ലെഫ്റ്റ് 1 or 2 സർവൈവേഴ്സ്. അവരെ ബേസിക്കലി ഇമ്മോർട്ടൽ ആക്കുകയാണ് AI. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ് ടേക്സ് ദെയർ മൗത്ത് ഓഫ്. അപ്പൊ അതാണ് എന്റെ ടൈറ്റിൽ. ലൈക്ക് വായില്ല, ഐ കനോട്ട് സ്ക്രീൻ. എനിക്ക് ഇപ്പോ വളരെ ഓർമ്മ തീരെ വരുന്നില്ല. മേ ബി ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ ആ സ്റ്റോറി ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വായില്ല എന്ന് പറഞ്ഞപ്പോ ഇല്ല മറ്റേ സർ. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. വായില്ല കൊന്നൊര പറയുമ്പോ വായില്ല കൊന്നൊരപ്പൻ. മറ്റേ വരരുചി അത് പറയുമല്ലോ, കുഞ്ഞിന് വായുണ്ടോന്ന് ചോദിക്കുമ്പം ലാസ്റ്റ് പുള്ളിക്കാരത്തി പറയും ഇല്ല, വായില്ല എന്ന് പറയും. അപ്പോൾ അത് ഒരു കൊച്ചായിരുന്നപ്പോൾ ഒരു റേഡിയോ നാടകമായിട്ട് അവതരിപ്പിച്ചായിരുന്നു. ഭയങ്കരമായി ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി ഞാൻ അത് കേട്ടിട്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിന്റെ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ കുഞ്ഞ്, അയ്യോ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് കരയണതൊക്കെ ഭയങ്കരമായിട്ട് ട്രോമറ്റൈസ്ഡ് ആയതായിരുന്നു. അതൊരു ഈ അതൊരു പറഞ്ഞു ഇല്ല അതും ഏകദേശം ഒരു ഹൊറർ ആണല്ലോ, ഒരു മദേഴ്സ് അത് ഹൊറർ ആണല്ലോ, ഹാവിംഗ് ടു ലീവ് ബിഹൈൻഡ് ഹർ ചിൽഡ്രൻ. ഐതിഹ്യമാലയിലുണ്ട് ഒരുപാട് ഹൊറർ കഥകളുണ്ട്. നമ്മുടെ സൂര്യകാലടിയുടെ ഫേമസ് സ്റ്റോറി ഇല്ലേ, അതായത് സൂര്യകാലടി പട്ടതിരി നമ്പൂതിരിയും കൂടി കഥകളി കാണാൻ പോകുന്നല്ലേ, മറ്റേ യക്ഷി വന്നിട്ട് നോക്കിക്കോളൂ എന്ന് പറയണത്. ആക്ച്വലി അല്ല, അത് പറയുന്നില്ലേ, മറ്റേ രണ്ടുപേരും കൂടി മറ്റേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഭട്ടതിരി കയ്യില് ദൈവമാത്മ്യം അല്ല, നമ്പൂതിരിയുടെ കയ്യില് ദൈവമാത്മ്യം ഉള്ളതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. പനയുടെ മുകളിലാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പൊ താഴത്ത് പനന്ന് ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഭട്ടതിരിയുടെ പല്ലും നഖവും കിടപ്പുണ്ട്. ആക്ച്വലി ഭട്ടതിരിയുടെ മറ്റേ മകൻ അച്ഛനെ കൊന്ന യക്ഷീനെ പകരം വിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി എന്തൊക്കെയോ യാഗമൊക്കെ നടത്തി. പുള്ളിയല്ലേ സൂര്യകാലടി ഭട്ടതിരിയാവുന്നത്, സൂര്യനെ പ്രസാദിപ്പിച്ച്. നമ്മുടെ സൂരജ് ഭട്ടതിരി ആ കുടുംബത്തിലെ ഒരു ഇതാണ്. നമ്മുടെ പട്ടേരിയില്ലേ, അവരുടെ കുടുംബം, അതായത് അതിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിൽ വരുന്ന എല്ലാ ആൺതിരികൾക്കും സൂര്യന്റെ പര്യായമുള്ള പേരുകൾ വേണമെന്ന്. സോ ഹെൻസ് സൂരജ് ഭട്ടതിരി. ശരി, നമ്മുടെ ഇടയിലുണ്ട് ഫോക്ലോറിന്റെ മറ്റേ അറ്റത്തെ കണ്ണികള്. അപ്പൊ ഇത് ഈ കഥയിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം NSFW ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. യക്ഷിയെ പ്രാപിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം യക്ഷിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല, പിറ്റേന്ന് രാവിലെ എണീക്കില്ല. പക്ഷെ ഇയാള് പുള്ളിയല്ലേ മറ്റേ യക്ഷി കല്യാണം കഴിച്ച് കുറെ നാൾ കൂടെ താമസിക്കുന്നത്? കൂടെ താമസിപ്പിക്കും. പക്ഷെ അവസാനം പുള്ളിക്ക് ശാപം കിട്ടിയിട്ടുണ്ടാവും, ഏതോ യക്ഷിയുടെ ശാപം കിട്ടിയിട്ട് മൂത്രം മുട്ടി മരിച്ചു പോട്ടെ എന്ന്.
പുള്ളി ഉം. ആ മൂത്രം ഒഴിക്കാൻ നിൽക്കുമ്പോൾ പുള്ളിക്ക് പറ്റില്ല. അമ്പലത്തിൽ അങ്ങനെ പോകുന്നു. ഏതൊരു ഉം. അമ്പലത്തില് ഉം. കഴുക്കോന്ന് പല്ല് കടിച്ച അങ്ങനെ പാടോ? അങ്ങനെ അത് എന്തോ ഉണ്ട്. ഡബിൾ ശാപമാണ്. ഡബിൾ ശാപമാണ്. ഗന്ധർവനും ശരിയാണ്. ഉണ്ട്. ഇപ്പം ആണ്, ഈ യക്ഷിയെ കൊന്നു കളയുമ്പോഴേക്ക് പിന്നെ ഗന്ധർവനെ ഒഴിപ്പിക്കാൻ പോകും. ആ അപ്പം ഗന്ധർവനും ശവിക്കും. ഇത് ആ, ഗന്ധർവൻ യക്ഷിയുടെ മറ്റേ ബോയ്ഫ്രണ്ട് ആയിരുന്നു. മറ്റേതായിരുന്നു, ബോയ് ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. അത് ചുരുക്കം അങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരുന്നത് യക്ഷിയുടെ ശാപമാണ്. സൂക്ഷിക്കണം. വെള്ളം കുടിച്ചിട്ടും കാര്യമൊന്നുമില്ല. യക്ഷികളെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാണ്ട് നോക്കുക. അല്ല, പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന വെച്ചാൽ മാന്ത്രിക നോവൽ എന്നാണ് നമുക്ക് മലയാളത്തിൽ ഈ പറഞ്ഞ സെറ്റിന് പേര്. ഏറ്റുമാനൂർ ശിവകുമാറിന്റെ മാന്ത്രിക നോവൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു അഡ്വർടൈസ്മെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഈ മനോരമയിൽ കണ്ടത്. നമ്മളിപ്പോൾ കുട്ടികൾക്ക് കാണാൻ പാടില്ലല്ലോ ഇതൊന്നും, പക്ഷെ എന്നാലും നമ്മൾ എടുത്ത് വായിക്കും. മറ്റേ നമ്മൾ മത്തായിച്ചൻ കാണാനോ അല്ലെങ്കിൽ പുറകിലെ ജൂബാ ചേട്ടൻ വായിക്കാനോ ഒക്കെ എടുക്കും. അപ്പോൾ ഈ മാന്ത്രിക നോവൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അടുത്ത എപ്പിസോഡിൽ മാന്ത്രിക നോവൽ വന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിത്തെറിച്ച് വന്നത്. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേജിൽ ഒരു അമ്പലം അങ്ങ് വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് വളരെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു അമ്പലമോ മനയോ എന്തോ ഒരു സാധനം. അതിന് മുമ്പിൽ ഒരാൾ ഇങ്ങനെ പന്തവും കൊളുത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിലായി മാന്ത്രിക നോവൽ എന്ന് വെച്ചാൽ ഇതാണ് സംഭവം, ഹൊറർ ആണെന്ന് മനസ്സിലായി. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ പേജൊക്കെ അവിടെ എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറിച്ചങ്ങ് പോകും. അതിൽ ഞാൻ ആലോചിക്കുന്നത് മാന്ത്രിക നോവൽ എന്ന് പറയുവാണെങ്കിൽ ഇപ്പം ആലോചിക്കുകയാണ്, ഇപ്പോൾ ഹാരി പോട്ടർ മാന്ത്രിക നോവലാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഫാന്റസി. മല പ്രേത നോവൽ എന്ന് പറഞ്ഞിട്ട് എവിടെയും അഡ്വർടൈസ് ചെയ്ത് കണ്ടിട്ടില്ല മലയാളത്തിൽ ഒരു നോവൽ വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണുന്നത് ഈ സാധനമാണ്, ഭീതി കഥകൾ എന്നുള്ള പേരിൽ മരിയ റോസിന്റെ ഈ ബുക്കിലാണ്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്ത് ഇതിൽ നോക്കുമ്പോൾ ആക്ച്വലി ഇപ്പോൾ വായിക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഈ ഗ്രന്ഥകാരന്റെ മരണവും എന്നുള്ള ഈ ഇതിനകത്ത് ചുരങ്ങളിലൊരു ദുരൂഹ മരണം എന്നൊരു കഥയുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞ തുളു മൈത്തോസിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ലവ്ക്രാഫ്റ്റ്. കാളയുടെ ലവ്ക്രാഫ്റ്റിയനാണ്. അതാണോ? അതല്ല, ഇത് ഒരു പ്രൊഫസറെ കാണാതാവുന്ന ഒരു കഥയുണ്ട്. പുള്ളി വളവിൽ ഒരു വളരെ വിജനമായിട്ടൊരു കാനനപാതയിൽ വെച്ച്, അതായത് ഇയാളുടെ ഇങ്ങനെയുള്ള എല്ലാ കഥയിലും ഒരു കോമൺ ആസ്പെക്ട് എന്താണെന്ന് അറിയാമോ? പച്ച നിറമുള്ള ഇരുട്ട്. അത് എല്ലാ കഥയിലും റിപ്പീറ്റ് ആയി വരുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ അതിൽ ഇതുപോലെ പച്ച നിറമുള്ള ഒരു ഇരുട്ടുള്ള ഒരു വഴിയിൽ പുള്ളി യൂണിവേഴ്സ് ഒരു ആണോ? ടെൻഡക് യൂണിവേഴ്സ് സെയിം പ്രയോഗം കോപ്പി അടിച്ച് എല്ലാ സ്ഥലത്തും വെക്കാമല്ലോ. അതായത് പദസമ്പത്ത് വളരെ കുറവാണെന്നുള്ളൊരു സംഭവമാണത്. നമുക്കും ഇല്ല, എന്നാലും ഒരു ടെൻഡക്കിൾ റോഡിന് നടുക്ക് കിടക്കുന്നുണ്ട്. അത് ആ കേസ് ഈ കഥയിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ലവ്ക്രാഫ്റ്റിയൻ ഹൊറർ ഉണ്ട്. പക്ഷെ ഇതിലെ ഏറ്റവും ബെസ്റ്റ് കഥ എന്നുള്ളത് ബെറ്റി എന്നുള്ളൊരു പൂച്ചയുടെ കഥയുണ്ട്. വായിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. ബാക്കി എല്ലാ കഥകളും ആക്ച്വലി ആവറേജ് ആണ്. ആദ്യം വായിച്ചപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയെങ്കിലും പിന്നെ അത് റീഡ് ചെയ്യുമ്പോൾ അത് ഒരു ആവറേജ് സംഭവമായിട്ട് തോന്നിയത്. ബെറ്റി ബെറ്ററാണ്. നമ്മൾ അവസാനം അതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡ്രെഡ് തോന്നും. അത്രയും നേരം വായിച്ചതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഒരു വരി ഹോണ്ടഡ് ഹൗസ്, ഹോണ്ടഡ് മാൻഷൻ സെറ്റപ്പുകളൊക്കെയാണ് മിക്കവാറും കഥകൾ. പക്ഷേ ബെറ്റി ആ കേസിൽ കുറച്ച് വേറിട്ട് നിൽക്കുന്നൊരു കഥയാണ്. ഒരു സ്റ്റോറി ഒരു പെൺകുട്ടിയുടെ ഡെപ്തിന് വളരെ സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയെ വളരെ ഷി വാസ് സോ ഒബ്ജക്ടിഫൈഡ്. അങ്ങനെ എന്തോ ഒരു കഥ ഉണ്ടായിരുന്നു. എല്ലാവരും കല്ലറയെന്ന് എഴുതിയിട്ട് വരുന്നതോ അങ്ങനെ ഒരു കഥ. അതായത് ഓർമ്മയില്ല കേട്ടോ. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന ഒരാൾക്ക് പിന്നെ ഹി ഗെറ്റ്സ് ടു നോ ദി സ്റ്റോറി, അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയില്ല കഥ വായിച്ചപ്പോ. ഈ സ്റ്റോറിയാണോ ഒരു ബോഡി റിവേഴ്സ് ഡീകേ ചെയ്യുന്നത്? അത് ഗ്രന്ഥകാരന്റെ മരണം ഫസ്റ്റ് സ്റ്റോറി, സാനഡു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് ഫസ്റ്റ് സ്റ്റോറിയാ. അത് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ എഡ്ഗർ അലൻ പോയുടെ കഥ പറഞ്ഞില്ലേ? അല്ല, ആക്ച്വലി മരിയ റോസ് എല്ലാം ഒരു ട്രാൻസ്ലേറ്ററാണ്. പുള്ളി പ്രൈമറിലി ഒരു ട്രാൻസ്ലേറ്ററാണ്. പുള്ളിക്കൊരു സ്വന്തം സ്ഥാപനമുണ്ട്, ഹാമർ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഈ ലവ്ക്രാഫ്റ്റിയൻ കഥകളും അതൊക്കെ ഒരു മാതൃഭൂമിയുടെ ഒരു സമാഹാരമുണ്ട്, 13 ഹൊറർ കഥകൾ എന്ന് പറഞ്ഞിട്ട്, ക്ലാസിക് ഹൊറർ കഥകളുടെ സമാഹാരം. ബ്രാം സ്റ്റോക്കറുടെയും എൻ്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ബുക്കുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. ലാംഗ്വേജ് കുറെ കൂടി ആ ലെവലിന് ചേർന്നൊരു ലാംഗ്വേജാണ്. ട്രാൻസ്ലേഷൻ ആണെങ്കിലും അതായത് ഒരു പ്രാചീനം, അതായത് ഒരു കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. പിന്നെ ഇടയ്ക്ക് പുള്ളി ബ്ലോഗിലൊക്കെ ചില കഥകൾ എഴുതാറുണ്ട്. അതൊക്കെ ഈ എന്താ പറയുക, പ്ലാന്റ് ഹൊറർ ഒരു സാധനം എഴുതിയായിരുന്നു ഈ അടുത്ത്. ഒരു പ്ലാന്റിൻ്റെ കഥ, ഒരു ട്രീയുടെ കഥ എഴുതിയായിരുന്നു. പുള്ളിയുടെ ബ്ലോഗിലുണ്ടാവും അത്.
പിന്നെ പുള്ളി ഇതിൽ മെൻഷൻ ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട് തുടക്കത്തിൽ തന്നെ. അതിലൊന്നും എനിക്ക് അറിയില്ല സംഭവം. എഡ്ഗർ അലൻ പോയും കോനൻ ഡോയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾജർ ബ്ലാക്ക്വുഡ് ഉണ്ട്, എം ടി ഹൗസ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. ഓൾജർ ബ്ലാക്ക്വുഡിൻ്റെ കഥ ചിലപ്പോൾ വിക്കി സോഴ്സിൽ കാണും. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള മങ്കീസ് പോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ. മങ്കീസ് ഉഗ്ര സാധനമാണ്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സ്റ്റീഫൻ കിങ്ങിന്റെ കഥയായിരുന്നു എന്നാണ്. ഈ അടുത്താണത് വേറൊരു എന്തോ WH ചേംബേഴ്സ് അങ്ങനെ എന്തോ റൈറ്ററാണ് അതിന്റെ. എൻ്റെ അങ്കിള് എനിക്കൊന്ന് ഡിഗ്രിക്ക് എന്തോ പഠിച്ചതാണ് സാധനം. പുള്ളി കൊച്ചായിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളിയുടെ ശബ്ദത്തിൽ ഇതൊക്കെ ഉണ്ട്, ദ മങ്കീസ് ട്രെമ്പിൾഡ് എന്നൊക്കെ പറയുമ്പോൾ. അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് ആക്ച്വലി. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി ഡൺ. ടെഡ് എഡിൻ്റെ എന്തോ ആണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിലിടാം, ലിങ്ക്സിലിടാം. ഇതില് മെൻഷൻ ചെയ്തേക്കണ സമകാലീനരായിട്ടുള്ള പ്രേതമെഴുത്തുകാരുടെ പറഞ്ഞേക്കണത് നമ്മുടെ ഇന്ദുഗോപൻ ചേട്ടന്റെ കഥകളാണ്. പ്രേതവേട്ടക്കാരൻ എല്ലാം ഒന്നും അങ്ങനെ പേടിപ്പിക്കുന്ന കഥയല്ലെങ്കിലും പുള്ളി ഇതിൽ പറയുന്ന 2-3 കാര്യങ്ങൾ. നമ്മുടെ തുടയിൽ നിന്നിട്ടൊരു കഥയുണ്ട് അതിനകത്ത്. അത് കണ്ടിട്ടുണ്ടോ? അത് അമ്മയുടെ തുടയല്ലോ എന്തോ എടുത്ത് വെച്ചേക്കുന്നത്. കുട്ടി അമ്മ ഓർമ്മയില്ല മരിച്ചു. എനിക്ക്. അതിലാകെ ഓർമ്മയുള്ള മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കണ കഥയാണ്. മറ്റേ പാതിവെന്ത മനുഷ്യരുടെ കഥയല്ലേ അത് പ്രേതകഥയെക്കാളും കൂടുതൽ അതൊരു ദുരന്ത കഥയാണ് അല്ലേ. കുറച്ചുകൂടി ഇമോഷണൽ അതെ അറ്റാച്ച്മെന്റ് അതെ തോന്നുന്ന അതെ. കഥയാണ്. പക്ഷെ ഇതില് വേറൊരു കഥയുണ്ട്, കിണറ്റിൽ വീണ നായയെ രക്ഷിച്ചതാര് എന്നൊരു കഥയുണ്ട്. ഒരു വീട്ടിൽ ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, ഹോണ്ടഡ് ഹൗസ് ആണ്, അതിലൊരു പട്ടി വീണതായിട്ട് എങ്ങാണ്ട് ഇവർ കാണും. പിറ്റേ ദിവസം കണ്ട് രാവിലെ ഇവർ ആദ്യം വിശ്വസിക്കൊന്നുമില്ല, എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നൊക്കെ കാണും. ഡോറ് തുറന്ന് നോക്കുമ്പോഴെങ്ങാണ്ട് അവിടെ കിണറിൽ നിന്ന് തനിയെ ആരോ വെള്ളം കോരുന്നത്, അതായത് കിണർ തനിയെ പ്രവർത്തിക്കുന്നത് കാണും. അത് അവിടെ വെച്ചിട്ട് കഥ എൻഡ് ചെയ്യുന്നത്. അത് കുറച്ച് പേടിപ്പെടുത്തിയ കഥയാണ്. വേറൊരു സാധനമുണ്ട്, ഈ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാത്ത സാധനങ്ങളില്ല, നമുക്ക് എന്താ അൺനോൺ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഫിയർ ഓഫ് ദ അൺനോൺ. അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു കഥ ഇതിലുണ്ട്. അതായത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവരുടെ വീട്. അപ്പോൾ ആ താഴത്തുനിന്ന് വിളി കേൾക്കും, ആരോ വിളിക്കുന്നത് കേൾക്കും. അപ്പോൾ അച്ഛൻ വാൺ ചെയ്യും, മോനെ നിനക്ക് വിളി കേട്ടാലും ഇറങ്ങി പോരുതെന്ന്. അങ്ങനെ ഇറങ്ങിപ്പോയാൽ പലരും തിരിച്ചു വന്നിട്ടില്ല എന്നൊരു കഥയുണ്ട്. ആക്ച്വലി അതൊക്കെ ഇച്ചിരി ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം വലിയ പ്രേതകഥ എന്ന് പറഞ്ഞ പേടിപ്പിക്കുന്ന കഥകളൊന്നും അതിനകത്തില്ല. തുടയിൽ കുറച്ച് അത് ഇതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടൊരു കഥയാണ്. പക്ഷെ അതൊരു ഇച്ചിരി മെക്കാബർ, അതായത് അമ്മയുടെ തുടയിലും കണ്ട് ശവക്കലറിൽ നിന്ന് എടുത്ത് വച്ചിരിക്കുകയാണ് വീട്ടിൽ, എന്തോ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടോ ആ രീതിയിൽ എന്തോ ഒരു കഥയാണത്. അങ്ങനെ പ്രേതവേട്ടക്കാരന് വലിയ സംഭവമുള്ള കഥകളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ PV തമ്പി ചേട്ടൻ, PV തമ്പിയുടെ ആകെ വായിച്ചാണ് കൃഷ്ണപരന്താണ്. സിനിമ ഏകദേശം, അതായത് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് അഡാപ്റ്റേഷൻസിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. കൃഷ്ണപരന്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ബുക്ക് ഏകദേശം, ആ മൂവി ശ്രീകൃഷ്ണപരന്തും ഏകദേശം സിമിലർ അഡാപ്റ്റേഷൻ. ആ ക്ലൈമാക്സിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ബാക്കി എല്ലാ സീനുകളും സീൻ ബൈ സീൻ അതിനകത്തുണ്ട്. അതായത് ഒരു പാടത്ത് ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരു കൈ ഇങ്ങനെ പാടത്ത് നിന്ന് ഉയർന്നു വരുന്നിട്ട് വിളിക്കുന്നത്, രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നത്, ആ സംഭവമൊക്കെ ബുക്കിൽ അതുപോലെ ഉണ്ട്. ഞാൻ ഓഡിയോ ബുക്കായിട്ടാണ് കേട്ടത്, സെയിം ആയിട്ടുണ്ട്. ഞാൻ വേറെ PV തമ്പിയുടെ വേറെ കഥകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, വേറെ നോവലുകളൊന്നും. സിനിമയിലും ആണോ? സിനിമ എനിക്ക് തോന്നുന്ന സിനിമയിൽ ആ സീനാണ് എന്നെ ഏറ്റവും ഹൊറിഫൈ ചെയ്തുള്ളത്. ആ പാടത്തുനിന്ന് ഒരു കൈ പൊങ്ങി വന്നിട്ട് കുമാരേട്ട, അതല്ലേ അത് മാത്രമേ ഓർമ്മയുള്ളൂ. യൂട്യൂബിലുണ്ട് പടം, വേണമെങ്കിൽ കാണാവുന്നതാണ്. ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഇതുപോലെ ഞാനും കസിൻസും എല്ലാവരും കൂടെ പോയിട്ട് ഒരു വീക്കെൻഡിൽ നമ്മുടെ VHS ടേപ്പ് എടുത്തോണ്ട് വന്നു. ഈ സാധനമാണോ കാണുന്നതെന്ന് പറഞ്ഞു ഓടിച്ച് തിരിച്ചുകൊണ്ട് പിടിപ്പിച്ച് പിന്നെ കണ്ടിട്ടില്ല. NSFW ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നത് ഭയങ്കര ഹെവിലി എഡിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതൊരു A സർട്ടിഫൈഡ് മൂവി ആയിരുന്നു വന്ന സമയത്ത്. അല്ല, ആക്ച്വലി ബുക്കിനകത്ത് പറയുന്നുണ്ട്, പച്ചയ്ക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല പാട്ടുകളായിരുന്നു, മോതിരക്കൈ വിരലുകളായ. വേറൊരു ഐ തിങ്ക് ഇറ്റ്സ് ഈ പറഞ്ഞമാരെ അർബൻ ലെജൻഡ്മാരെ ഗോസ്റ്റ് വരുന്നതും എന്തോ ചോദിക്കുമ്പോ വളയോ എന്തോ വള എന്തോ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു സ്റ്റോറി? ഇതാ നമ്മള് സ്കൂളിലൊക്കെ സ്ഥിരമായി പഠിപ്പിക്കാൻ പറഞ്ഞിരുന്ന കഥകളിൽ പെട്ടതാണത്. പ്രത്യേകിച്ച് ഓർഡറൊന്നും ഉണ്ടാവാൻ വഴിയില്ല.
ഇങ്ങനൊരു ലേഡിയെ അവരുടെ ഗോൾഡിന് വേണ്ടി കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗോസ്റ്റ് വന്നിട്ട് ചോദിക്കുമ്പോ എന്താ വേണ്ടേന്നോ എന്തോ ചോദിക്കും. ഇവൻച്വലി ചോദിക്കുമ്പോ ആ വള വേണമെന്ന് പറയുന്നൊക്കെ ഒരു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ഹൊറർ ഇല്ല സ്റ്റോറി? ഇല്ല. അങ്ങനെ ഒരു കല്യാങ്കാട്ടിലെ നീലിയെ ഇതുപോലെ സ്വർണത്തിന് വേണ്ടി ഭർത്താവ് കൊന്നതാണ്. അതിന്ന് കണക്റ്റഡ് ആണെന്നറിയില്ല. അറിയില്ല. ഇനിയിപ്പൊ അങ്ങനത്തെ ഒരു ട്രോപ്പ് ഓഫ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. വള, മോതിരം, അങ്ങനത്തെ കുറെ ചോദിക്കുന്നത്, ഈ ഇവൻച്വലി വന്ന് ചോദിക്കുന്നത്. പണ്ട് ക്ലാസ് നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞെട്ടിക്കുന്ന കഥകളുണ്ടല്ലോ, അതായത് അടുത്തെത്തി പെട്ടെന്ന് ഞെട്ടിക്കുന്ന ആ ഒരു കഥ ഉണ്ടിക്കണ്ട. അതായത് അതായിരിക്കും അമ്മമ്മ മരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ, അതായത് പുള്ളിക്കാരുടെ വിരലുണ്ടാവില്ല, വിരലോടെ ഒടിച്ചെടുക്കുക ചെയ്യുന്ന ഒരു മോതിരത്തിന് വേണ്ടിയിട്ട്. കറക്റ്റ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഓൾഡ് ലേഡി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോ കൈക്ക് എന്താ പറ്റിയത്, നീ അല്ലടാ അത് അഴിച്ചെടുത്തേ പൊട്ടിച്ചെടുത്തേന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണത്. അതായിരിക്കും. പിന്നെ മലയാള ഹൊറർ പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഹൊറർ കഥകൾ എഴുതിയ ഒരാൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഞാൻ ഇൻഫി ബ്ലോഗ്സിൽ നിന്ന് ക്രിക്കുമിൻ്റെ ഹൊറർ കഥകൾ വായിച്ച് വളരെയധികം ഫാനായ ഒരു സമയമുണ്ട്. എസ്പെഷ്യലി ഞാൻ വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു ഒടിയൻ്റെ മകൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത് അച്ഛനെ കൊന്നതിന്. ഞാനതൊക്കെ വായിച്ച് ഞാൻ ഇങ്ങനെ രോമാഞ്ചം അടിച്ചിരുന്നു പോയൊരു സാധനമാണ്. എന്റെ തൊലി പൊളിയുകയാണ്. എനിക്ക് ആക്ച്വലി അതും ആ തിരുമുൽ കാഴ്ചയാണ് ഐ തിങ്ക് ആർ യുവർ ബെസ്റ്റ് ഹൊറർ മൂവീസ്. തിരുമുൽ കാഴ്ച ഒരു ഭയങ്കര അൺസെറ്റിലിംഗ് സാധനമാണ്, വളരെ അൺസെറ്റിലിംഗ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് രണ്ടുമാണ് മലയാളം എൻ്റെ. ഗോത്തിക്. അതെ, അബ്സല്യൂട്ട്ലി. എനിക്ക് മറ്റേ അതിലെ ടൈറ്റിൽ കഥയാണ് എനിക്ക് മൈൽഡ് ഹൊറർ ആണല്ലോ അത്. ദുസ്വപ്നം പൂക്കുന്ന അതിന്റെ കഥ എനിക്കിതൊരു ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വായിക്കുന്ന ഒരു ഫീലാണ്. ഒരാള് ചെന്നിറങ്ങി. അല്ല, അത് എനിക്ക് കിട്ടിയത് ഒടിയനിലാണ്. മറ്റേ വേട്ടക്കര മകനിലാണ് എനിക്ക് ആ ഫീല് കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആലോചിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാടൻ കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ബ്ലഡിലുള്ളത് പോവില്ല. പനയും കാവുകളും. പക്ഷെ അല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ആ കഥ എഴുതുമ്പോ സാൻഡിക്ക് എന്തായാലും അറിയാം, അനൂപിനും സാൻഡിക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മുടെ ഇപ്പൊ സാൻഡിയൊക്കെ പറയില്ലേ, നമ്മുടെ ഇപ്പോ ജീവിച്ച ആ കണക്ഷൻ ഉണ്ടല്ലോ, സ്ഥലത്തിന്റെ ആ ഒരു ഇതിപ്പോ വേതാളങ്ങളിൽ അത് കാണാം. ട്രിവാൻഡ്രം കണക്ഷൻ സ്ട്രോങ് ആണെന്ന് പറയില്ല, ആ ലാംഗ്വേജ് ഒക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നല്ലോ. അത് വേണം നമ്മളവിടെ. അതില്ലാതെ പറ്റില്ല എന്ന് തോന്നും. കാരണം എൻ്റെ കേസിൽ പാലക്കാട് നിന്ന് പണ്ട് കേൾക്കുമ്പോൾ വെക്കേഷൻ്റെ സമയത്ത് വൈകുന്നേരമായ പേടിയാവുന്ന ഒരു സമയമാണ്. കാരണം കറണ്ട് വന്നതൊക്കെ ഞാൻ 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ്. ആ ഭാഗത്ത് ആ ഏരിയയിലൊക്കെ കറണ്ട്, ആ വീട്ടിൽ കറണ്ട് വന്നത് അങ്ങനെയാണ്. അത്രയ്ക്ക് വലിയൊരു അത് കുഗ്രാമമായിരുന്നു, കോങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒടിയൻ്റെ കഥയൊക്കെ. ഫ്രണ്ടിൽ തന്നെ പാടമാണ്, അവിടെ മുഴുവൻ കുറുക്കൻ്റെ ശബ്ദമാണ് രാത്രി കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ പോവും. പിന്നെ വീട്ടിൽ 3 മണ്ണെണ്ണ വിളക്കാണ്, വെളിച്ചത്തിൻ്റെ സ്രോതസ്സുകൾ. അപ്പോൾ ഒരു വലിയ റാന്തല്, ഒരു കോഴിമുട്ട വിളക്കെന്ന് ഞങ്ങൾ പറഞ്ഞ കുഞ്ഞി സാധനം, പിന്നെ ഒരു തൊപ്പി വിളക്കുണ്ട്, അതുപോലെ റാന്തൽ പോലത്തെ ഒരു സാധനം. നമ്മുടെ ഈ 3 സാധനമാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് അൾട്ടിമേറ്റ്. ഇവന്മാർ 3ഉം പണി മുടക്കിയ തീർന്നു ആ സംഭവം. പിന്നെ രാത്രി പറമ്പിൽ പോയി മൂത്രമൊഴി. അല്ല, ഭാഗ്യം വീടിന്റെ ഉള്ളിൽ തന്നെ സംഭവം ഉണ്ട്. കാരണവന്മാരെന്തോ സുഹൃതം ചെയ്തു വെച്ചിട്ടുണ്ട്, ജീവനുണ്ട്. പിന്നെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, ഭാസ്കരൻ. ഞാൻ ആ കഥയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആളെ, ഏതൊരു കഥയിൽ. ഭാസ്കരൻ ശരിക്കും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. മൂപ്പര് ഇങ്ങനെ കുറേ കഥയും പറയും. ഈ സാധനം വൈകുന്നേരം 4 മണിക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ അതിൻ്റെ ഇമ്പാക്റ്റ് കാണും. അപ്പോൾ ഇതൊക്കെ. പിന്നെ കരിമ്പനകൾ ഫ്രണ്ടിൽ തന്നെ ഒരു സിലിയോട്ട് കാണാം, കരിമ്പനകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. കുറച്ചൊക്കെ ദൂരെയാണെങ്കിലും കല്ലടിക്കോടൻ മല തൊട്ട് മുമ്പിലാണ് കാണുന്നത്. കല്ലടിക്കോടൻ മല രാവിലെ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ അപ്പാരിഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് 2 സൈഡിൽ. ഒരു കോവിലൊക്കെ പഴയൊരു കോവിലൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ആകൃതിയാണ് ഞങ്ങളുടെ അവിടെ നിന്ന് കല്ലടിക്കോടൻ മല കാണുമ്പോൾ. അപ്പോൾ അതായത് ഒരു ബൂത്ത് ബംഗ്ല കാണുന്നൊരു ഫീലാണ്. പിന്നെ ഇടയ്ക്ക് ആൾക്കാർ അവിടെ വന്ന് തീയൊക്കെ ഇടുന്ന കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇത് കൂടും, പേടി കൂടും. അത് ചൈൽഡ്ഹുഡിൽ അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒന്നും ഇല്ലെന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ കുഗ്രാമത്തൊന്നും പറയാനൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഡെവലപ്ഡ് ആയല്ലേ. ഇപ്പോൾ ഡെവലപ്ഡ് ആയി.
അതെ. ഫുള്ളും ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലത്താണ് എന്റെ അച്ഛന്റെ വീട്. അതിങ്ങനെ ഒരു ആണോ? കുന്നിറങ്ങി വരുമ്പോഴാണ് ഇവരുടെ വീട്. കുന്നിറങ്ങി താഴത്തേക്ക് ഒരു സെറ്റ് പനയല്ല, കവുങ്ങുണ്ട്. അതിന്റെ താഴെ പാടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തിന്റെ അറ്റത്ത് ഇങ്ങനെ അവിടെ എവിടെയും പനയുണ്ട്. അപ്പൊ ഈ ഒരു മുകളിലത്തെ ഒരു മുറിയിൽ കിടന്ന് ജനല് തുറന്നിടും. കറണ്ട് എപ്പോഴും ഇല്ല. അപ്പൊ നമ്മൾ ജനല് തുറന്നിടുമ്പോ ഇങ്ങനെ ദൂരെ കാണാവുന്ന ഈ പനയാണ്. പറഞ്ഞ പോലെ വൈകുന്നേരം ഇരുന്നിട്ട് യക്ഷിക്കഥയും പനയും താഴെ പല്ലും നഖവും ഒക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഞാൻ കിടന്നിരുന്നിട്ട് കമന്നിട്ട് തലയിൽ കൂടെ പുതപ്പിട്ടിട്ടാ. കാരണം ഒന്നും കാണണ്ടല്ലോ നീ വന്നാലും. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഒരു വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ താമസിച്ചിരുന്നത് ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ഔട്ട് ഹൗസിലാണ്. ഔട്ട് ഹൗസ് എൻ്റെ കുറച്ച് വീടിൻ്റെ കുറച്ച് മാറിയാണ്. അപ്പം ഇതിൻ്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ ചുറ്റി പോകണം പറമ്പ്. അപ്പോൾ രാത്രി വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് വീട്ടിൽ വന്നിരുന്ന് റൂമിൽ വന്നിരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ്. ഇവന്മാരവിടെ ഇരുന്നിട്ട് എന്നെ മൂപ്പിക്കലാണ് പടി. ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരുള്ള ഹൊറർ കഥ മുഴുവൻ പറയും. എന്നിട്ട് മറ്റേ തിയേറ്ററിൽ പോയി ഏതാണ്ട് ആകാശഗംഗ കണ്ടിട്ട് മറ്റേ ഇതിന്ന് കത്തിക്കൊണ്ട് എണീക്കുന്ന സീനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ദിവസം രാത്രി ഇതുപോലെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് പേടി സ്വപ്നം കണ്ട് ഞെട്ടി എണീച്ചു. രാത്രി ഫുള്ള് മഴയായിരുന്നു, പുറത്ത് മഴ ഇടിയൊക്കെ ആയിരുന്നു. കാലത്ത് 3-3:30 എനിക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമിൽ പോകണം. ഇരുട്ടത്ത് ചെറിയൊരു ടോർച്ചുണ്ട്, അതും പിടിച്ച് ഇങ്ങനെ രാത്രി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങി വീടിൻ്റെ പകുതി വഴി പോകുമ്പോൾ കഴുത്തിൽ എന്തോ ഒരു പിടി വീണ്, നഖമുള്ള കൈ. ഞാനാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് ഈ കൈ കൊണ്ട് അതിനെ അടിച്ച് തെറിപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഒരു വരയും വീണു. ഞാൻ ഓടി തിരിഞ്ഞ് മറ്റേ ടോർച്ച് അടിച്ച് ഒരു 4 അടി മാറിയിട്ടാണ് ഞാൻ ടോർച്ച് അടിക്കുന്നത്. കാരണം അടുത്തുനിന്ന് അടിക്കാൻ ധൈര്യമില്ല. നോക്കാരത്ത് ഈ രാത്രി മഴയത്തൊരു റോസോ എന്താണ്ടോ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങോട്ട് വീണതാണ്. അതാണ് കയറി പിടിച്ചത്. എനിക്കാണെങ്കിൽ കാലൊക്കെ കംപ്ലീറ്റ് അങ്ങ് തളർന്നു പോയി. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് അവിടെ ഒരു അലക്കുകല്ലുണ്ട്, അതിലൊരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നീരെ വീണത്. അതും ഈ പാസ്റ്ററിൻ്റെ വീടിൻ്റെ താഴെ ചുറ്റുമൊന്നും ഇല്ല കാര്യമായിട്ട്. കുറച്ച് അപ്പുറത്ത് മറ്റേ കോതമംഗലം ആർട്സ് കോളേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഇങ്ങനെ ഒരു ഭൂതത്താങ്കോട്ട പോലെ കാണാം ഇരുട്ടത്ത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ഹൊറർ എന്ന് പറയുന്നത് ചില്ലറ സാധനമൊന്നുമല്ല. വാഴയാണെങ്കിൽ വാ തുറന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞ പോലെ. റോസാപ്പൂവിനെ സംശയിച്ചു വെറുതെ. അല്ല, സാൻഡിയുടെയും മറ്റേ കഥകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മറ്റേ ഹൊറർ എന്ന് പറഞ്ഞ സാധനങ്ങൾ എടുത്തു പറയാൻ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. മറ്റേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ എഴുതിയിരുന്നില്ലേ ഈ ഇടയ്ക്ക് ഒരു നിയതി, അത് ആക്ച്വലി ഭയങ്കര അത് scary ആയിരുന്നു എനിക്കത്. അത് അത്യാവശ്യം സ്കെയറി ആയ ഒരു സാധനം തന്നെയായിരുന്നു സംഭവം. ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മ അങ്ങനെ അസഭ്യവർഷം നടത്തുന്ന നമ്മൾ എന്ന് തോന്നുന്നൊരു ഇതുണ്ടല്ലോ അതില്. അത് വായിച്ചിട്ട് അമ്മ പറഞ്ഞു, എടാ നീ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് രാത്രി ഉറക്കത്തിൽ സ്വപ്നമൊന്നും കാണില്ല. ഞാൻ പറഞ്ഞു, എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണൂല, ബാക്കിയുള്ളവർ കണ്ടോളൂ. ഞാൻ ഇൻഫി ബ്ലോഗിലുള്ള പഴയ ചില കഥകൾ ഇങ്ങനെ ഓർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ഭയങ്കര ക്രീപ്പി സ്റ്റോറീസ് ചെയ്തു, രഞ്ജിത്ത് നായർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇതുപോലെ ഒരു ട്രൂത്ത് ഓർ ഡെയറിനെ പറ്റിയൊരു കഥയുണ്ടായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നത്. അതുപോലെ ഒരു ദിവസം രാത്രി ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോക്കാലിപ്സ് നടക്കുന്നത്. അത് ആ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ലോകാവസാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ മുന്നിൽ. അപ്പോൾ അയാൾക്ക് എത്രയും അതിനു മുമ്പ് വീട്ടിലെത്തണം. അങ്ങനെ ഒരു സാധനം. എനിക്ക് അങ്ങനെ കുറച്ച് കഥകൾ നല്ലപോലെ ഓർമ്മയുണ്ട്. എഗെയിൻ എല്ലാം വേഗ് മെമ്മറീസ് ആണ്, പക്ഷേ ദർ വേർ റിയലി ഗുഡ് റൈറ്റേഴ്സ്. ആക്ച്വലി പബ്ലിഷ് ചെയ്തൊരു ബുക്കാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതൽ ഓർമ്മ നിൽക്കുമ്പോൾ പഴയ സാധനങ്ങളൊക്കെ തട്ടിക്കുടഞ്ഞെടുത്ത് മലയാളത്തിലാക്കി അടുത്ത് ഇറക്കാം. അല്ല, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിനിയും കുറെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇനിയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഴയ ഇംഗ്ലീഷിലെ. സമയം കിട്ടുന്ന അനുസരിച്ച്. അനൂപിന്റെ സ്വിഗ്ഗി യക്ഷിയുടെ കഥ ഓർമ്മയുണ്ടോ? പുള്ളില്ല ഒരു സാധനം അല്ലേ, നീലി അത് അടിപൊളിയായിരുന്നു. ഹോം ഡെലിവറി
എന്താ അത് ഞാൻ കഴിച്ചത്? പക്ഷെ ഹൊററായിട്ട് വെരി എഴുതിയത്. ഗുഡ്. ആക്ച്വലി അത് നല്ലതായിരുന്നു ആക്ച്വലി. ഉം. പക്ഷെ അത് ഹൊററായിട്ട് എഴുതിയതല്ല, ഒരു ഹോമേജ് ടു ഓൾ യക്ഷി സ്റ്റോറീസ് ഉണ്ട് അങ്ങനെ. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൂര്യകാലടി അമ്മയുടെ കഥ പറഞ്ഞില്ലേ, അപ്പം അതിനകത്ത് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞോണ്ട് അതിനകത്തുള്ള നായകന്റെ നരേറ്ററിന്റെ ഫോണിൽ ഒരു പ്രത്യേക ടൈപ്പ് റിംഗ് ടോൺ ഉണ്ട്, മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അത് ആക്ച്വലി ദേവി മഹാത്മ്യത്തിന്റെ വിഷ്ണു ഒരു സഹസ്രനാമം അല്ലേ മാർക്കണ്ഡേയ ഉവാച? ആണോ? അത് മറ്റേ ഇത് വാച എന്താണ്? എനിവേ ഞാൻ ഉദ്ദേശിച്ചതാണ് ദേവി മഹാത്മ്യം. അത് പുള്ളി ആ ഫോണിലുണ്ട്. അപ്പൊ അത് തലയിൽ വെച്ച് കിടക്കുന്നത് അടുത്തുള്ളത് ദേവി മഹാത്മ്യം ഉള്ളതുപോലെ അങ്ങ് സങ്കല്പിച്ചു. അതുകൊണ്ടാവാം യക്ഷി വെറുതെ വിട്ടത്. ചിലപ്പോൾ യക്ഷിക്ക് പ്രണയം തോന്നിയിട്ടാവും, ചിലപ്പോ ഇനി ബംഗാളി ഫുഡ് കഴിച്ചിട്ട് വയറ് പറഞ്ഞുകൊണ്ടാവും. സോ ലീവിങ് ദാറ്റ് ഇന്റർപ്രിട്ടേഷൻ ടു ദ റീഡർ. ഷോർട്ട് സ്റ്റോറിക്ക് അകത്തൊരു സംഭവമുണ്ട്, ക്ലിഫ് ഹാങ്ങറിൽ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ റീഡർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നോവലിൽ അവർ എക്സ്പെക്ട് ചെയ്യും, ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, അത്രയും വായിച്ച് അതല്ല അത്രയും വായിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എൻഡിങ് കൊടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. സത്യം. ഷോർട്ട് സ്റ്റോറിയിൽ അത്ര ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഡിനോവ്മെന്റ് അത്ര വരുന്നില്ലല്ലോ. ഷോർട്ട് സ്റ്റോറിയിൽ നമ്മൾ ജസ്റ്റ് ചെറിയൊരു റിവ്യൂല് കൊടുത്താൽ മതി. നോവലിലാകുമ്പോ ഒരു ഫുൾ ആർക്ക് വേണം. എനിക്ക് എപ്പോഴും ഈ യക്ഷിക്കഥകൾ എന്ന് പറയുമ്പം എനിക്ക് തോന്നിയിരുന്നത് ഇസ് ഇറ്റ് എൻ അലിഗറി ടു ഗോൾഡ് ഡിഗേഴ്സ് എന്നുള്ളത് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതിൽ പറയുന്ന കഥകളാണ് അതിസുന്ദരികളാണ്, അവര് അട്രാക്ട് ചെയ്യും, ആൻഡ് ഇവൻച്വലി എല്ലാ എസൻസ് എടുത്തിട്ട് ബാക്കി കളയും എന്നുള്ളൊരു ഇത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വാസ് എൻ അലിഗറി, ഇവൻച്വലി അതിനൊരു സൂപ്പർ നാച്ചുറൽ പരിവേഷം വന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വഴി കാണുന്നവരോടൊന്നും സംസാരിക്കരുത് എന്നുള്ളൊരു വേറൊരു തിയറി ഉണ്ട് ആക്ച്വലി. നമ്മുടെ ഒടിയൻ എന്ന് പറഞ്ഞ സംഭവം ഈ പണ്ട് ഈ മറ്റേ അടിയാളന്മാരുടെ കീഴിൽ ആരെങ്കിലും ഒക്കെ മുതലാളിത്തത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ലൈക്ക് കമ്മ്യൂണിസം ഒക്കെ വരുന്നതിന് മുമ്പ്, ചിലപ്പോൾ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം, അവരെ ഒതുക്കത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കങ്കാണിമാരുണ്ടല്ലോ, അതായത് തോട്ടം കാവൽക്കാർ അല്ലെങ്കിൽ ഇവരുടെ ഈ മുതലാളിമാരുടെ ആജ്ഞാനവൃത്തികളെ കൊണ്ട് തട്ടിയിട്ട് അത് ഒടിയൻ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടി അവരോട്. ദേ വോണ്ട് റൈസ് അപ്പ് അഗൈൻസ്റ്റ് ദി ഒടിവെച്ചതാണെന്ന്. അത് ഒടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ, നട്ടലൊടിച്ച് കളയുന്നത്. അങ്ങനെ വന്നതാവാന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ പോലെ യക്ഷികൾ എന്ന് പറയുന്നവരുണ്ട്. അതായത് തിരിച്ച് പണി കൊടുത്താൻ വേണ്ടിയിട്ട് മിക്കവാറും യുവമാരൊക്കെ സംബന്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കറങ്ങി നടക്കുന്ന ടീമുകളായിരിക്കും. അപ്പോൾ അവർ രാത്രി പ്രാപിച്ച് തീർക്കുന്നതോ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് തന്നെ ഈ മരുമക്കത്തായ പരിപാടി ഉള്ളതുകൊണ്ട് കാരണവന്മാരെ തീർത്ത് പതുക്കെ ഇതിനു വേണ്ടിയിട്ട് അവർ പുറത്തുനിന്ന് ആളെ വരുത്തുന്നതാവാം എന്ന രീതിയിലും, അതായത് അങ്ങനെ ഒരു സംഭവമുണ്ട് യക്ഷികളുടെ കേസിൽ. അനു എന്തോ പറയുന്നുണ്ടായിരുന്നു തുടങ്ങിയത്. എനിക്ക് ഗോൾഡ് ഡിഗർ ആയിട്ടല്ല, എനിക്ക് പക്ഷേ ഇത് ഈ പെണ്ണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇച്ചിരി വികൃതിത്തരമൊക്കെ ഉള്ള കാരണവന്മാർക്ക് വേറെ സ്ത്രീകളുടെ അടുത്തോട്ടൊന്നും പോകരുത് എന്ന് പറയാൻ വേണ്ടി ആൾക്കാർ ഉണ്ടാക്കുന്ന കഥയാണ്. അതൊരു ഇതാണല്ലോ, ചുണ്ണാമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിക്കൊള്ളണം എന്നുള്ള കണ്ടീഷനില് പെണ്ണുങ്ങൾക്ക് ചുണ്ണാമ്പ് ചോദിച്ചാൽ മതിയല്ലോ. അല്ല, രാത്രി ഇറങ്ങി നടക്കാൻ സേഫ് ആയിരുന്നു. അങ്ങനെ ഒരു സംഭവം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മേ ബി ഒരു അവൻഗാർഡ് ഒരു എന്താ പറയാ പ്രോഗ്രസീവ് തിങ്കിങ് ഗ്രൂപ്പ് എങ്ങാനും ഉണ്ടാക്കിയ കഥയാവാം. ലേഡീസ് ഒരു മേ ബി ഒരു സീക്രട്ട് സൊസൈറ്റി കാണാം കുറച്ച് ലേഡീസ്. യക്ഷികളെ ടാർഗറ്റ് ചെയ്യുന്ന മെന്നിനെയാണ്. വിമൻ ആർ നെവർ ടാർഗറ്റഡ് ബൈ യക്ഷീസ്. ആക്ച്വലി സ്ത്രീകളെ പിടിക്കുന്ന യക്ഷികളും ഉണ്ട് കേട്ടോ. മറവങ്കോട് യക്ഷി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. നമ്മൾ അറിയുന്ന, നമുക്ക് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള കഥകളെല്ലാം ആണുങ്ങളെ തിന്നുന്ന യക്ഷികളാണ്. പക്ഷെ ഈ മറവങ്കോട് യക്ഷിയുടെ കഥ ഞാൻ ഈയിടെ വായിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മ ഉള്ളതാണ്. അതിനകത്ത് ഒരു മനുഷ്യന്റെ ഭാര്യയും കൊച്ചിനെ കൊണ്ടുവന്നു. അപ്പം അതിന് പ്രതികാരം ചെയ്യാനും അയാൾ ശ്രമിക്കുന്നു. അമർ ചിത്രകഥയിൽ എന്തോ ഉണ്ടായിരുന്നു. അതെ, എനിക്കൊന്നൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, അതിൽ ഉണ്ടായിരുന്നു. അതിലായിരിക്കും ഞാൻ കണ്ടത്. അതെ, ഒരു കഥ കേൾക്കാം, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലേ. അതെ ആ സാധനം ഞാൻ ലാസ്റ്റ് വീക്ക് ആണ് മറ്റേ SK ഹരിനാഥിന്റെ
ഒരു കളക്ഷൻ ഓഫ് കുമരൻ വായിച്ചു. കുമരൻ അതിൽ ഒന്ന് രണ്ട് കഥകള് ഈ പറഞ്ഞമാരെ അതിൽ ഒരെണ്ണം വാസ് അബൌട്ട് ഇങ്ങനെ ഒരു അമ്മുമ്മയാണ്, അവര് വയറ്റാട്ടിയാണ്. അപ്പൊ അവരും ചേച്ചിയും പണ്ട് താമസിച്ചിരുന്നപ്പോ ഒരു പെൺകുട്ടി വന്ന് വിളിക്കും. അങ്ങനെ വരൂന്നേ പറയുന്നുള്ളൂ. ബിക്കോസ് ഇവരുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഇവര് കൂടെ ചെന്നൊരു പോയിന്റ് എത്തുമ്പോ ഇവര് ഡിസപ്പിയർ ആവുന്നു. അങ്ങനെ ഒരു കഥ. അത് കഴിഞ്ഞിട്ട് ഇവൻച്വലി ദിസ് ഗോസ്റ്റ് സ്റ്റാർട്ട്സ് ഫോളോയിങ് ദം. എന്നിട്ടൊരു പോറ്റിയെ വന്നിട്ട് അതിന്റെ ബാക്ക് സ്റ്റോറി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഓൾ ഓഫ് ദീസ് യക്ഷി അങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി എന്നുള്ളത്. ഇറ്റ് ജനറലി ഇൻവോൾവ്സ് ഒരു തരത്തിലെ ഹെൽപ്ലെസ്നെസ്സും ഒരു എന്താ പറയാ നീതി കിട്ടാതെയുള്ള മരണം. അല്ലെങ്കിൽ ഈ കേസില് എന്തോ ഹസ്ബൻഡ് മരിക്കും. ഈ സ്ത്രീ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഈ സ്ത്രീക്ക് ഹെൽപ്പ് കിട്ടാണ്ട് ചൈൽഡ് ബർത്തിൽ മരിക്കുന്ന ഒരു പ്രേതാണെന്ന്. അപ്പൊ അതുമാതിരി ഇതിലേക്കൊരു അണ്ടർലൈൻ കഥ. ഇപ്പം കളിയങ്കാട്ട് നീലിയുടെ സ്റ്റോറി ഇതുമാരെ സ്വർണത്തിന് വേണ്ടി കൊന്നു, എന്നിട്ട് ആ ഒരു റിവെഞ്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പ്രേതങ്ങൾക്ക് ഒരു റിവെഞ്ച് ഓറിയന്റഡ് പ്രേതങ്ങളാണ്, വെറുതെ ഒന്നും അങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പ്രേതങ്ങളല്ല. അത് നമ്മുടെ പ്രേതങ്ങൾ മാത്രമല്ല, മനുഷ്യരെല്ലാം പകയുടെ ആൾക്കാരാണ്. അതെ, കുരുപ്പക. നമുക്ക് ഒന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതെ, പകയുണ്ടെങ്കിൽ ഫുൾ ഫാമിലിയെ തീർക്കണമെന്ന്. ഈ അതെ, വേൾഡ് ഫേമസ് ഗോസ്റ്റ് ഒക്കെ ഉച്ചയോട് പറയുന്ന മതി. അങ്ങനത്തെ കഥകളില്ലേ, റിയൽ ഗോസ്റ്റ് സൈറ്റിങ്സിന്റെ കഥയൊക്കെ പറയുന്നില്ലേ, അതിലൊക്കെ പറയുന്ന പ്രേതങ്ങളൊന്നും ആരും ഉപദ്രവിക്കുന്നില്ല. എല്ലാം ആ ഇങ്ങനെ ഇല്ല. അത് അതെവിടെ എന്താ പറയാ, പാസിംഗ് ബൈ ആണ്, പാസിംഗ് ബൈ, ബിക്കോസ് ദേ ഡോണ്ട് നോ. അപ്പാരഷൻ. റൈറ്റ്. അതായത് അവർക്ക് അറിയില്ല അവര് പോയി എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ഗോസ്റ്റ്സ് ആണ് കൂടുതലും. നമ്മുടെ സങ്കല്പത്തിലുള്ള പ്രേതങ്ങൾക്കെല്ലാം നല്ല വിവരമുണ്ട്. അവർക്കറിയാം പോയി, ഇനി രണ്ടുപേരെ കൂടെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ. ആകാശഗംഗയൊക്കെ പോലെ. ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ യക്ഷികൾ എന്ന് പറയുന്നത് ഈ ബുദ്ധമതത്തിലുള്ള ഒരു കുറച്ച് ഡേറ്റീസ് ആയിരുന്നു. അവരെ ഡാഗിനി, റൈറ്റ്? ഡാഗിനി. ഡാകിനിയും എല്ലാം. ഡാകിനി എന്നുള്ള താന്ത്രിക് മന്ത്രവാദി പ്രാക്ടീഷണർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഹിന്ദുയിസം പറന്ന ശേഷം പൊതുവെ ഇന്ന് ബുദ്ധിസത്തിനും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള എൻറ്റിറ്റീസിനെ കുറച്ച് ബ്ലഡ് തേഴ്സ്റ്റി ആയിട്ട് കാണിച്ചു തുടങ്ങി എന്നുള്ളൊരു പക്ഷമുണ്ട്. ഈ യക്ഷന്റെ ഒരു ഇതാണോ യക്ഷി? ആക്ച്വലി സ്ത്രീലിംഗമാണ് അല്ലേ യക്ഷൻ അതെ, എന്ന് പറയുന്നത്? പുരാണങ്ങളെ അതെ അതെ പുരാണങ്ങളെല്ലാം യക്ഷനും യക്ഷിണികളുമാണ്. ഓക്കെ. അപ്പം അവര് ഗാർഡിയൻസ് ആണ്. ഈ സ്വത്ത് എന്തെങ്കിലും നാച്ചുറൽ റിസോഴ്സിനെയൊക്കെ കാവല് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം മഹാഭാരതത്തിൽ തന്നെ യുധിഷ്ഠിരനും യക്ഷനും കൂടെ യെസ്. ഒരു ക്വിസിംഗ് പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ആ യക്ഷൻ ഒരു ലേക്കിന്റെ ഉടമസ്ഥനാണ്. അതെ അതെ, ആ ലേക്കിൽ നിന്ന് വെള്ളം കുടിച്ചവരെ കൊന്നുകളയാണ് ചെയ്തത് പുള്ളി. സേതുരാമയ്യർ കളിക്കുന്ന പരിപാടിയല്ല, എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ പുള്ളി എന്റെ പ്രൊട്ടക്ടറാണ്. അതേപോലെ ട്രഷേഴ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഈ സ്വത്തിനോടൊക്കെ ഭയങ്കര ആർത്തിയാണെന്നാ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ യക്ഷന്മാരുടെ രാജാവ് കുബേരൻ ഡ്രാഗൺ. സ്വത്തിന്റെ രാജാവായിട്ട് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ബേസിക്കലി ഡ്രാഗൺ. അപ്പൊ നമുക്ക് ഐ തിങ്ക് വി റീച്ച്ഡ് ഓൾമോസ്റ്റ് an hour. ഹൊററില് ഫൈനലി എനിത്തിങ് എൽസ് ടു ആഡ്? എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ? കുറെ കാര്യങ്ങൾ എന്തായാലും മിസ്സായിട്ടുണ്ട്. ഓർമ്മയില്ല. മലയാളത്തിലെ കുറച്ച് അർബൻ ലെജൻസ് അല്ലാതെ ലൈക്ക് നമ്മുടെ എട്ടടി വീരൻ, കുരങ്ങ് മനുഷ്യൻ മറ്റേ മലയാളമല്ല ആക്ച്വലി. അതുപോലെ നമ്മുടെ കാളക്കുളമ്പുള്ള അല്ലെങ്കിൽ പോത്തിൻകാലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഫിക്ഷൻ നമ്മളെല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു ഏറെക്കുറെ. ഞാൻ എന്തായാലും ഇനി ഇന്നാള് വായിച്ചതാണ് മറ്റേ അനുരാഗ് ഗോപിനാഥിന്റെ സൈറ. കൊള്ളാം കഥ. നമുക്കൊരു സിനിമയൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ചില ആംഗിൾസ് കിട്ടി. നല്ലതായിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്തൊരു ബുക്കാണ്. 170 pages, സ്മോൾ ബുക്ക്, ഈസിലി ക്രീപ്പി ഇനഫ്. ലാസ്റ്റ് 1-2 ട്വിസ്റ്റും കൂർഗില് കുറച്ചൊരു അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കഥയും ഗോസ്റ്റ് സ്റ്റോറി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട അങ്ങനത്തെ ഇതൊരു പോയിന്റ്സ് ഉണ്ട്. പക്ഷെ എന്നാലും അതിന് മുമ്പ് ഞാൻ വായിച്ചത് വേറൊരു വിധത്തിൽ എനിക്കിങ്ങനെ നമ്മൾ കറുത്തച്ഛനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. കറുത്തച്ഛൻ നമ്മൾ മുമ്പത്തെ എപ്പിസോഡാണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഇതില് ആക്ച്വലി ക്യാരക്ടേഴ്സ് സ്റ്റേ ഓൺ. They are all in the book throughout. വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ.
പിന്നെ ചില മെയിൻ സ്ട്രീം കഥകളിലെ ക്യാരക്ടേഴ്സ് കുറച്ച് ഹൊററായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പുയലിന്റെ കഥ പരിണാമത്തില്. പിന്നെ ഫ്രാൻസിസ് സിറ്റിക്കോരെ ചില ഭാഗത്തൊക്കെ നല്ല ഹൊറർ അതെ 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 ഫീലിംഗ് അതെ തന്നിട്ടുണ്ട്. ഈവൻ ആണ്ടാൾ ദേവനായകി അതിലും കുറെ ഹൊറർ എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് വി കൻ കൺക്ലൂഡ്. ഓക്കെ, അപ്പോൾ ഗുഡ് കോൺവെർസേഷൻ ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവരെയും ഇനി അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച ഇനി ടോപ്പിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം, നമുക്ക് ആ വ്യൂ ഒക്കെ വരുന്നുണ്ട്, ആരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ സ്പോട്ടിഫൈയിലോ യൂട്യൂബിലോ എവിടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു എന്നും കൂടി ഞാൻ ചോദിക്കുന്നു. അതെ, അതെ, ആ ബട്ടൺ അവിടെ സംഭാവനകൾ ഇരിക്കുന്നത് ഗംഭീരമായ, കൊണ്ട് പരിപാടി ലൈക്ക് ഗംഭീരമായ ഷെയർ സുഹൃത്തുക്കളെ. സബ്സ്ക്രൈബ് എന്നൊക്കെ പറയാനുള്ള പ്രായം കഴിഞ്ഞു ലൈക്ക് ആൻഡ് പറയുന്നില്ല. സബ്സ്ക്രൈബ്. alright. Okay, thank you all. Take care. ബൈ ബൈ. Bye.